അണലിയുടെ വാലിൻ്റെ ഭാഗത്ത് നമ്മൾ പോയി നിന്നാലും മതി, ഇതിന് 360 ഡിഗ്രിയിൽ തിരിഞ്ഞു വന്ന് കടിക്കാനുള്ള കഴിവ് അണലിക്കുണ്ട്. കോബ്ര 2 തരം ബൈറ്റ് ഉണ്ട്. വെനം ഇൻജെക്റ്റ് ചെയ്തും ബൈറ്റ് ചെയ്യും, ഡ്രൈ ബൈറ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. അത് എന്താണ് വെറുതെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പത്തിയെടുത്ത് ഇങ്ങനെ കൊത്തുന്ന പോലെ കാണിക്കുന്നതാണ്. പക്ഷെ അതിലത് വെനം ഇൻജെക്റ്റ് ചെയ്യൂല. റോഷ്നി, ആദ്യം ചോദിക്കാനുള്ളത്, മുന്നേ ഒരുപാട് അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത് കേരളം കടന്ന് ഇന്ത്യ കടന്ന് ലോകം മുഴുവൻ BBC വരെ സംപ്രേഷണം ചെയ്യുന്നു റോഷ്നിയുടെ വീഡിയോ. ഒരു കിങ് കോബ്ര ജീവിതം മാറ്റിമറിച്ചോ? എന്താ തോന്നുന്നത്? ആദ്യം ഒരു കോബ്രയാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. ഇപ്പോൾ അത് കിങ് കോബ്രയായി. ശരിക്കും സെക്കൻഡ് ടൈമാണ് വൈറലാവുന്നത്. ആദ്യം വൈറലായത് ഒരു കോബ്ര കാരണമായിരുന്നു. ശരിക്കും ഞാൻ പല സ്ഥലത്തും പോകുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഒരു പാമ്പാണ് എൻ്റെ ജീവിതം മാറ്റിയതെന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷേ ഇത്രത്തോളം വൈറലാവുമെന്ന് നമ്മളെ സ്വപ്നത്തിൽ പോലും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. പറയുമ്പോൾ തന്നെ എനിക്ക് ശരിക്കും കരച്ചിൽ വരുന്നുണ്ട്. കാരണം ലോകം മുഴുവൻ അറിഞ്ഞു എന്ന് പറയുന്നത് അത്രമാത്രം എന്താണ് ഇതിലൊരു സംഭവം എന്ന് എനിക്ക് തന്നെ ചിലപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്. ഇത്രയും വലിയൊരു സംഭവമാണോ എന്ന് ശരിക്കും തോന്നിപ്പോവാറുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ ഷെയർ ചെയ്യുന്നു, അതുപോലെ ഒരുപാട് പ്രമുഖർ ഷെയർ ചെയ്യുന്നു, കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഇത് എത്രമാത്രം സന്തോഷം തരുന്നുണ്ട്? സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ ഷെയർ ചെയ്ത് ഇനി എനിക്ക് വേറെ ആരും ഷെയർ ചെയ്യണ്ട, അതാണ് അവസ്ഥ. ക്രിക്കറ്റ് ആരാധികയാണോ? സച്ചിൻ ആരാധിക? ഇല്ല, ഞാൻ അങ്ങനെ ഞാൻ കാണാറില്ല. ശരിക്കും പറഞ്ഞാൽ ക്രിക്കറ്റ് കാണാറില്ല. എൻ്റെ ഹസ്ബൻഡും മക്കളും ഒക്കെ ഭയങ്കര ഭ്രാന്ത് പിടിച്ച് ക്രിക്കറ്റ് കാണുന്ന ആൾക്കാരാണ്. ഹസ്ബൻഡ് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പക്ഷേ ഇന്ന് വരെ ഞാൻ ഒരു ഇത് അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ പൊതുവെ TV കാണാറില്ല ശരിക്കും. പക്ഷേ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്നത് ലെജൻഡ്. അദ്ദേഹം നമ്മൾ ക്രിക്കറ്റ് കാണുന്നുണ്ടല്ലോ, അദ്ദേഹം എന്ന് പറയുന്നത് നമുക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ എൻ്റെ പേര് മെൻഷൻ ചെയ്തു പറയുന്നു എന്ന് പറയുമ്പോൾ അതിലും വലിയ ഒരു റിവാർഡ് എനിക്കിനി കിട്ടാനില്ല. അതാണ് സത്യത്തിലുള്ള എൻ്റെ അവസ്ഥ. ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഒരു ചോദ്യം ഒന്നുകൂടി ചോദിക്കട്ടെ? അതെ. പാമ്പിന് പേടിയില്ല? പാമ്പിന് പേടിയില്ല. ഇത് നമുക്ക് കുറച്ച് പിറകിലേക്ക് പോവാം. ഓക്കെ. നെടുമങ്ങാടിനടുത്ത് മൂഴി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി. അതെ. ലളിതഗാനം, കഥാപ്രസംഗം എല്ലാത്തിലും പങ്കെടുക്കുന്നു, ബാഡ്മിൻ്റൺ ഉൾപ്പെടെയുള്ള സ്പോർട്സിൽ പങ്കെടുക്കുന്നു, മിടുക്കി എന്നൊരു ലേബൽ കിട്ടി സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി. എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നോ ഇത്തരം ഒരു മേഖലയിലേക്ക് വരുമെന്നോ? അല്ലെങ്കിൽ അന്ന് എന്തായിരുന്നു സ്വപ്നം? അന്ന് നമ്മൾ ചോദിക്കില്ലേ ക്ലാസ്സിലെ ടീച്ചർ എന്താവണം റോഷ്നിക്കെന്ന് ചോദിക്കുമ്പോൾ എന്തായിരുന്നു മറുപടി? ഞാൻ പണ്ട് മുതലേ ഇതുപോലെ ഒരു ഒരു തുള്ളൽ പിടിച്ച ഒരു ഐറ്റമാണെന്ന് പറയാം. ശരിക്കും സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ എല്ലാത്തിലും പങ്കെടുക്കുമായിരുന്നു. ഈ പറഞ്ഞതുപോലെ ഞാനൊന്നും അങ്ങനെ അത് ശാസ്ത്രീയമായി ഞാനൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ ഞാൻ എല്ലാത്തിലും പങ്കെടുക്കുമായിരുന്നു. എൻ്റെ കൂടെയുള്ള പിള്ളേർക്കെല്ലാം അറിയാം ശരിക്കും. ലളിതഗാനം, സമൂഹഗാനം, കഥാപ്രസംഗം എൻ്റെ മെയിനായിരുന്നു. പ്രസംഗം, പിന്നെ ടാബ്ലോ, ഫാൻസി ഡ്രസ്, പിന്നെ നാടകം, ഇങ്ങനെ തുടങ്ങി യുവജനോത്സവത്തിൽ ഞാൻ പങ്കെടുക്കാത്ത ഒരു പ്രോഗ്രാമും കാണൂല. എല്ലാത്തിലും ഞാൻ പങ്കെടുക്കും. പ്രൈസ് കിട്ടാൻ വേണ്ടിയൊന്നുമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒപ്പന, തിരുവാതിര, ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ സ്കൂൾ ലീഡറായിരുന്നു. എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ് മുതൽ +2 വരെ ഞാൻ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നെടുമങ്ങാടാണ് പഠിച്ചത്. അപ്പോൾ അവിടെ കൂടുതൽ വർഷം സ്കൂൾ ലീഡറായിരുന്ന ഒരാൾ ഞാനാണ്, ഏറ്റവും കൂടുതൽ എല്ലാ വർഷവും. കാരണം എൻ്റെ കൂടെ പിള്ളേരാരും ശരിക്കും മത്സരിക്കാൻ നിൽക്കില്ലായിരുന്നു. റോഷ്നി ഉണ്ട്, അപ്പോൾ പിന്നെ വേണ്ട, കുഴപ്പമില്ല, റോഷ്നിയാണ് എന്നുള്ള ആ ഒരു സ്നേഹം അന്ന് മുതലേ ഉണ്ട്. അപ്പം ഞാൻ അത്തരത്തിൽ വന്ന ഒരാളാണ് ശരിക്കും. എന്നിട്ട് പിന്നെ അന്നൊക്കെ ശരിക്കുമുള്ള ഇതുപോലെ ആരാവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അന്ന് മുതലേ എൻ്റെ മനസ്സിലൊരു എൻ്റെ ഒരു ഐക്കണായിട്ട് ഞാൻ വച്ചിരുന്നത് അന്നൊക്കെ കിരൺ ബേദിയായിരുന്നു. അപ്പോൾ എനിക്ക് അന്നൊക്കെ ഇഷ്ടം പോലീസ് എന്ന് പറയുന്ന ഒരു IPS, ആ ഒരു രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഒരു ജോലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അത്രമാത്രമുള്ള ബുദ്ധിയൊന്നും ഉണ്ടായില്ല എന്ന് തോന്നുന്നു, അറിഞ്ഞുകൂടാ. പക്ഷേ എന്നാലും പോലീസിൽ ജോലി കിട്ടണമെന്ന് ഭയങ്കര, യൂണിഫോമിനോട് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. പിന്നീട് ഡിഗ്രി വിമൻസ് കോളേജിലായിരുന്നു, മഹാരാജാസ് വിമൻസ് കോളേജ് വഴുതക്കാടായിരുന്നു. ഞാനങ്ങനെ മിക്സഡായിട്ട് ശരിക്കും പഠിച്ചിട്ടില്ല, എല്ലാം ലേഡീസ് അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ്, ഡിഗ്രി കഴിഞ്ഞപ്പോൾ പിന്നെ ശരിക്കും ഞങ്ങൾ 3 പെൺകുട്ടികളായിരുന്നു. അതുകൊണ്ട് ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും കല്യാണാലോചനയൊക്കെ വന്നു. അങ്ങനെ കല്യാണം കഴിച്ച് വിട്ടു. ഒരു വർഷം കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 21 വയസ്സിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോഴാണ് എനിക്ക് ദൂരദർശനിൽ അനൗൺസറായിട്ട് ജോലി കിട്ടുന്നത്. അപ്പം ഞാൻ മുമ്പും നമ്മുടെ നാട്ടുമ്പുറത്തെ റേഡിയോ ക്ലബ്ബുകളൊക്കെ ഉണ്ട്,
അങ്ങനെ ഞാൻ ആകാശവാണിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴുള്ളൊരു ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു ആകാശവാണിയോടും ദൂരദർശനോടും. ഇടയ്ക്ക് ദൂരദർശനിൽ പോയപ്പോഴും പറഞ്ഞു കുറച്ചുകൂടെ വലുതായിട്ട് വരാൻ പറഞ്ഞു അന്ന് പോയപ്പോൾ. അങ്ങനെ ഞാൻ വീണ്ടും പോയി, അനൗൺസറെ വിളിച്ചപ്പോൾ വീണ്ടും പോയി. അന്ന് എനിക്ക് കിട്ടി, അനൗൺസറായിട്ട് കിട്ടി. ഇപ്പോൾ 18 വർഷമായിട്ട് ശരിക്കും ദൂരദർശനുമായിട്ട് ആ ഒരു ബന്ധം, അന്നും ആ സ്നേഹം അവർക്കും എന്നോടുണ്ട്, എനിക്കും ദൂരദർശനോടുണ്ട്. ആകാശവാണിയിലും ജോലി ചെയ്തു. അങ്ങനെയാണ് എൻ്റെ ഒരു ശരിക്കുമുള്ള എൻ്റെ ഒരു ജീവിത യാത്ര എന്ന് പറയുന്നത്. റോഷൻ ഡിഗ്രി കഴിയുമ്പോഴേക്കും വിവാഹം കഴിയുന്നു, ദൂരദർശനിലേക്ക് എത്തുന്നു. അപ്പോൾ ആ കരിയർ ഇങ്ങനെ പെർസ്യൂ ചെയ്യുമ്പോൾ, അതായത് ചെറിയ പ്രോഗ്രാംസ് അല്ല അവതരിപ്പിച്ചിരുന്നത്, പ്രതികരണം, തിരനോട്ടം, ചിത്രഗീതം, അന്നത്തെ ഹിറ്റ് പ്രോഗ്രാംസ് ഒക്കെ ആയിരുന്നു. എപ്പോഴെങ്കിലും ആ വഴി മുന്നോട്ട് പോകണം അങ്ങനെ കരുതിയോ? അന്നൊന്നും ആലോചിക്കുന്നില്ല, സർക്കാർ ജോലിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ദൂരദർശൻ മാത്രമായിരുന്നു. ദൂരദർശനിൽ തന്നെ ഈ പറഞ്ഞതുപോലെ ദൂരദർശനിൽ അത്യാവശ്യം എല്ലാ പ്രോഗ്രാംസും ഞാൻ ചെയ്തിട്ടുണ്ട്. കൂട്ടുകാരി, സാമൂഹ്യ പാഠം, തൊഴിലവസര വാർത്തകൾ, കാർഷിക വാർത്ത, ചിത്രഗീതം, പ്രതികരണം, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിൽ മാത്രമായിട്ട് നിൽക്കുമായിരുന്നു ശരിക്കും. പിന്നീടാണ് അത് കോൺട്രാക്ട് ബേസാണ്, നമുക്ക് സ്ഥിരമല്ലല്ലോ ദൂരദർശനം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നീടാണ് എൻ്റെ ഫാമിലി കംപ്ലീറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അമ്മയുടെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, അവരുടെ ഹസ്ബൻഡ്, വൈഫ്, മക്കൾ, അങ്ങനെ ഒരുപാട് പേര് അച്ഛൻ്റെ ഫാമിലിയിലായാലും എല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ഒരു സർക്കാർ ജോലി വേണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള പിള്ളേരെക്കാളും പണ്ടൊക്കെ എല്ലാവർക്കും ഒരു സർക്കാർ ജോലിയാണ്, അതൊരു നിർബന്ധമായിരിക്കും അല്ലേ? അതെ അതെ, നമ്മളതിൽ സേഫാണ് എന്നുള്ളൊരിതാണ്. അങ്ങനെ അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമാണ്. എൻ്റെ അമ്മ സർക്കാർ ഉദ്യോഗസ്ഥയല്ല, എൻ്റെ അമ്മയ്ക്ക് ജോലിയില്ലായിരുന്നു, അച്ഛനും ജോലിയില്ലായിരുന്നു. അപ്പോൾ അമ്മയുടെ കൂടെയുള്ള എല്ലാവർക്കും ജോലിയുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അമ്മയ്ക്കത് ഭയങ്കര ഒരു നിർബന്ധമായിരുന്നു, ഞങ്ങളെ പഠിപ്പിച്ചൊരു സർക്കാർ ഉദ്യോഗസ്ഥരാക്കണം എന്നുള്ളത്. അതുകൊണ്ട് അമ്മ തന്നെ പറയുമായിരുന്നു എന്തെങ്കിലും PSC എന്തെങ്കിലും പഠിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ 3 പേരും കല്യാണം കഴിഞ്ഞിട്ടാണ് ശരിക്കും PSC പഠിക്കുന്നത്. ഞാൻ ശരിക്കും PSC പഠിക്കാൻ പോകുന്നത് വെറുതെ ആയിരുന്നു. ഞാനങ്ങനെ ക്ലാസ് അത്രമാത്രം പഠിക്കാനൊന്നും അല്ല പോകുന്നത്. രാവിലെ വീട്ടിൽ ഇരിക്കാൻ വയ്യാത്തതുകൊണ്ട് രാവിലെ ക്ലാസ്സിനൊന്നും പറഞ്ഞ് പോവും. ഞാൻ പഠിച്ചിട്ടില്ലാത്ത സെൻറ്ററൊന്നുമില്ല, കുറച്ച് ദിവസം പോയി പഠിക്കും, അത് കഴിയുമ്പോൾ ഞാൻ അടുത്ത സെൻറ്ററിൽ പോകും. അങ്ങനെയാണ് ശരിക്കും എനിക്ക് SI ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ 2ൻ്റെ ലിസ്റ്റും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ SIയുടേത് കട്ട് ഓഫ് അന്ന് ഇച്ചിരി കൂടുതലായിരുന്നു. അപ്പോൾ അതിനാണ് ശരിക്കും ഞാൻ ഫിസിക്കലിന് പൊയ്ക്കൊണ്ടിരുന്നത്. SI കിട്ടുന്നതിന് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. അതൊരു സ്വപ്നമായിരുന്നു അല്ലേ, പോലീസിലേക്ക് എത്താൻ? ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അത്രമാത്രം ആഗ്രഹിച്ചായിരുന്നു എനിക്കത് കിട്ടും എന്ന് പറഞ്ഞു പോയി. പക്ഷേ അത് 1-2 കട്ട് ഓഫ് മാർക്കിനാണ് എനിക്കത് പോയത്. അപ്പോഴാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ശരിക്കും അന്ന് വനംവകുപ്പിലെ വനിതകളെ ആദ്യമായിട്ട് എടുക്കുന്നതാണ് ആ ബാച്ച് എന്ന് പറയുന്നത്. അതിൽ കിട്ടി. അപ്പോൾ പിന്നെ അതും യൂണിഫോമാണ്, അങ്ങനെ താല്പര്യമായി. പിന്നെ ഫിസിക്കലിന് പോയി. അങ്ങനെയാണ് ശരിക്കും ഇത് കിട്ടുന്നത് 2017. 2017 ജോലിയിലേക്ക് വരുന്നു. എനിക്ക് ഇതേ ലിസ്റ്റിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായി കയറി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു 3-4 മാസത്തിന് എനിക്കൊന്ന് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി റിസൈൻ ചെയ്തു. എന്നിട്ട് പറഞ്ഞു വിദ്യ പറ്റുന്നില്ല, ഞാൻ ഹെഡ് ഓഫീസിൽ കിട്ടുമോയെന്ന് കുറേ നോക്കി, പക്ഷേ അങ്ങനെയൊന്നും കിട്ടുന്നില്ല, കാടിനുള്ളിൽ പോകണം, നമുക്ക് ശരിയാവില്ല എന്നുള്ളതായിരുന്നു റിസൈൻ ചെയ്യാനുള്ള മാനദണ്ഡം. എപ്പോഴെങ്കിലും റോഷനിക്ക് തോന്നിയോ എനിക്ക് ശരിയാവില്ല എന്ന്? ഞാൻ ഇത് കിട്ടിയപ്പോൾ അമ്മയോട് ഒരുപാട് പേര് പറഞ്ഞു പെൺകുട്ടിയൊക്കെ പറ്റിയതല്ല, വനമാണ്. അപ്പോൾ എൻ്റെ അമ്മയുടെ സഹോദരൻ മുമ്പ് ഫോറസ്റ്റിലുണ്ടായിരുന്നു. പിന്നീട് മാമൻ അത് റിസൈൻ ചെയ്ത് വേറെ ജോലിയിൽ ലെവൽ കമ്മീഷനിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ അതുകൊണ്ട് തന്നെ കുറേ പേരിങ്ങനെ പറഞ്ഞു അത് പെൺകുട്ടികൾക്ക് പറ്റിയതല്ല വനം വകുപ്പ്, അത് വേണ്ട, വേറെ ഏതെങ്കിലും. എൻ്റെ അമ്മയ്ക്ക് ക്ലർക്കായിട്ട് ഞാൻ എവിടെയെങ്കിലും ഓഫീസിൽ പോയി ഇരിക്കണം. ഞാനാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്, എനിക്കത് ഒട്ടും പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു അമ്മ വെറുതെ ഇരുന്നാൽ മതി, എനിക്ക് ഇതിലൊരു കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ വരുന്ന പിള്ളേരെല്ലാം ആദ്യം ചോദിക്കുന്നത് ഓഫീസ് ജോലിയാണ്. ഞാൻ ചോദിച്ചത് ഫീൽഡ്. എനിക്ക് അങ്ങനെ ഓഫീസിൽ ഇരിക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല, ഞാൻ അങ്ങനെ ഇരിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് ഫീൽഡിൽ പോകാനാണ് ഇഷ്ടം. ഞാൻ ആദ്യം ജോയിൻ ചെയ്ത പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിലാണ്. അവിടുന്ന് പിന്നെ ട്രെയിനിങ്ങിന് പോയി. 6 മാസം അരിപ്പ ഫോറസ്റ്റ് ട്രെയിനിങ് ഉണ്ടായിരുന്നു. പിന്നീട് 3 മാസം പോലീസ് ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ജോയിൻ ചെയ്ത ഓഫീസിൽ വലിയ പണിയൊന്നും ഇല്ലായിരുന്നു. അപ്പം അവിടെ എന്തോ ഒരു ബോറായി. അപ്പോൾ ഞാൻ തന്നെയാണ് കുറച്ച് പണിയുള്ള സ്ഥലത്ത് ചോദിച്ചു വാങ്ങുന്നത്. അങ്ങനെ വിതരയിൽ വേറെ സ്ഥലത്ത് ചോദിച്ചു വാങ്ങിച്ചു. അപ്പോൾ പിന്നീട് മനസ്സിലായി വലിയ ആത്മാർത്ഥതയൊന്നും വനംവകുപ്പിൽ പാടില്ല എന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു സർക്കാർ ജോലിക്ക് അങ്ങനെ പാടില്ല എന്നാണെന്ന് തോന്നുന്നു. കുറേ പണി തിരിച്ചു തന്നിട്ടുണ്ട്, ഒത്തിരി പണി തന്നു. അതവിടെ നിൽക്കട്ടെ പക്ഷെ നമുക്ക് അതിലേക്ക് വരാം. അതിന് മുന്നേ ഈ ജോലി കിട്ടി ആദ്യത്തെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. ആദ്യമായി കാട് കണ്ടപ്പോൾ
പ്രകൃതിയെ കണ്ടപ്പോൾ അതെങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഫീൽ? അതൊക്കെ ഭയങ്കര രസമായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് പെൺപിള്ളേരെല്ലാം കൂടി വനംവകുപ്പിലോട്ട് വന്നപ്പോൾ ആണുങ്ങൾക്ക് എല്ലാവരും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ശരിക്കും. അപ്പം നമ്മളെ ഉള്ളിലെ വനത്തിലൊക്കെ കൊണ്ടുവരുന്നു, മറ്റേ നമ്മുടെ കുളയിട്ട് അട്ട കടിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ കുറേ പേര് പോയിട്ടുണ്ട് മതിയാക്കി ശരിക്കും. എൻ്റെ ബാച്ചിലൊന്നുള്ള വളരെ കുറച്ച് പിള്ളേരേ ഉള്ളൂ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ. ഒത്തിരി പേര് വേറെ ജോലി വാങ്ങി പോയായിരുന്നു. വളരെ വിരലിൽ എണ്ണുന്ന ആൾക്കാരേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ പുതിയ വരുന്ന കുട്ടികളാണ് ശരിക്കും ഉള്ളത്. എനിക്കത് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ഒരു വേറൊരു ക്യാരക്ടറാണ്. അതുകൊണ്ട് എനിക്കതിനോട് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. വനത്തിനുള്ളിൽ പോകുന്നതും വെള്ളച്ചാട്ടവും ഇങ്ങനെ നടക്കുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് അന്നും ഇന്നും ഞാൻ ആ ഒരേ ഒരു ലെവലിൽ തന്നെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. എനിക്കൊരിക്കലും കുറഞ്ഞിട്ടില്ല. ഇടയ്ക്ക് പലപ്പോഴും മടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ആ മടുപ്പ് എനിക്കങ്ങനെ ഒരു, കാരണം എന്നെ ആരെങ്കിലും മനഃപൂർവ്വമായി അങ്ങനെ ചെയ്യിച്ചതാണ്, അല്ലാതെ ഞാനായിട്ട് സ്വയം മടുത്തിട്ടില്ല ഒരിക്കലും. ഇപ്പോഴും ആ ഉൾക്കാട്ടിലൊക്കെ എത്തുമ്പോൾ എക്സൈറ്റ്മെൻ്റ് ആണോ, ഭയമാണ്? അതെ, ഇഷ്ടമാണ്. ഭയങ്കര രസമാണ്. ഗാനത്തിൽ പോകാനൊക്കെ നല്ല രസമാണ്. അങ്ങനെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായി തുടരുന്നു. അതിനിടയിൽ എപ്പോഴാണ് ഈ സ്നേക്ക് റെസ്ക്യൂർ എന്നുള്ള മേഖലയിലേക്ക് വരുന്നത്? അത് 2019 2019 നമ്മുടെ ഈ ഉത്തരവാദ കേസ് വരുന്ന ആ സമയത്ത് ആണ് പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്നതിന് ലൈസൻസ് വേണം എന്നുള്ളൊരിത് വരുന്നത്. അങ്ങനെയാണ് സർപ്പ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ വനം വകുപ്പും സർക്കാരും കൂടി ചെയ്യുന്നത്. സ്നേക്ക് അവെയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് എന്തുവാണ്, നമുക്ക് മുമ്പും ഒത്തിരി പേരുണ്ട്, അറിയാമല്ലോ, പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അത് പോരാ, മീൻസ് പാമ്പിനെ എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു വന്യജീവിയാണ് അതിനെ തൊടണമെങ്കിൽ ലൈസൻസ് വേണം എന്നുള്ളത്. കാരണം അത് ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ലൈസൻസ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ എൻ്റെ തന്നെ DFO പറഞ്ഞാണ് ഞാൻ അറിയുന്നത്, ഇങ്ങനെ ഒരു ലൈസൻസ് കൊടുക്കുന്നുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനുണ്ട് സാർ, എനിക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ അതിൻ്റെ കോർഡിനേറ്റർ സാറിനെ ഞാൻ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, സാർ എന്നെ കൂടി എടുക്കുമോ, ആളായോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല കുഴപ്പമില്ല റോഷിനി വന്നോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാനിത് പോകുന്നത്. അല്ലല്ല, അപ്പോൾ വേറെ കുറേ പെൺപിള്ളേരുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനത് ട്രെയിനിങ് ശരിക്കും അറ്റൻഡ് ചെയ്യുന്നത്. ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് രാവിലെ മുതൽ ഉച്ചവരെ നമുക്ക് എന്താണ് പാമ്പെന്ന് പറഞ്ഞു തരും. നമ്മൾ ഈ നാട്ടിൻപുറത്ത് അങ്ങനെ അധികം പാമ്പുകളെയൊന്നും അങ്ങനെ കണ്ടിട്ടുള്ള ഒരാളല്ല ഞാൻ. ചേരയൊക്കെ കണ്ടിട്ടുണ്ട്, നീർക്കോലിയൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ല. അന്ന് ഉച്ചവരെ ക്ലാസ് പറഞ്ഞു തരും. ആഫ്റ്റർനൂൺ നമുക്ക് ഇതാണ് പ്രാക്ടിക്കൽ പോലെയാണ്. പാമ്പിനെ കൊണ്ടുവച്ചിട്ട് ഏത് വേണം എന്ന് ചോദിച്ചിട്ട് അതിനെ നമ്മൾ റെസ്ക്യൂ ചെയ്ത് കാണിക്കണം. ബാഗ് ആൻഡ് പൈപ്പ് മെത്തേഡാണ് നമ്മുടെ, സയൻറ്റിഫിക് മെത്തേഡാണ് ശരിക്കും. ശാസ്ത്രീയമായ രീതിയിൽ എങ്ങനെ പാമ്പിനെ റെസ്ക്യൂ ചെയ്യാം. അപ്പോൾ ഒരു മൂർഖൻ പാമ്പിനെയാണ് ഞാനന്ന് ചോദിച്ചത്. അപ്പോൾ നമ്മുടെ കൂടെ എല്ലാവരും നിൽപ്പുണ്ട്, ട്രെയിനേഴ്സുണ്ട്, സ്ഥിരമായി പാമ്പിനെ പിടിക്കുന്ന ഒത്തിരി ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഉണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, അന്ന് ചോദിച്ചു അല്ലേ വിഷപ്പാമ്പ് വേണോ അല്ലാത്ത വേണോ, അപ്പോൾ മൂർഖൻ തന്നെ പോരട്ടെ എന്ന്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്, മൂർഖനാണ് എൻ്റെ ജീവിതം മാറ്റിയത്. അങ്ങനെ മൂർഖൻ പാമ്പിനെ ഞാൻ 2.7 അങ്ങനെ എന്തോ ഒരു 2.7 സെക്കൻഡ് കൊണ്ട് ഞാനത് റെസ്ക്യൂ ചെയ്തു. അപ്പോൾ ഭയങ്കര ക്ലാപ്പൊക്കെ ആയിരുന്നു, ഭയങ്കര ഇതായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സിലോ ഹിന്ദുവിലോ കണ്ട് അത് ഫോട്ടോ ഉൾപ്പെടെ വന്നു. അതിന് ശേഷം 1-2 റെസ്ക്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് തനിയെ പോയി. എന്നാലും പിന്നീട് എനിക്ക് തോന്നുന്നു വാവാ സുരേഷിന് കോട്ടയത്ത് വെച്ചൊരു ബൈറ്റ് ഉണ്ടായി. ICUലായിരുന്ന സമയത്ത് വെള്ളനാട് നിന്നൊരു പുനലാൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഞാനൊരു കോബ്രയെ, ഒരു വീടിൻ്റെ പുറത്ത് ഇരുന്ന ഒരു കോബ്രയെ ഞാൻ റെസ്ക്യൂ ചെയ്തു. അതാണ് ആദ്യത്തെ കേസ്. അതാണ് എൻ്റെ ഫസ്റ്റ് വൈറൽ വീഡിയോ. അതെ, അത് അന്ന് അവിടെ നിന്ന് ആരോ ഇതുപോലെ വീഡിയോ എടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്ത് പോയതാണ്. ശാസ്ത്രീയമായി പാമ്പിനെ വനം വകുപ്പ് പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അന്നാണ് ശരിക്കും അത് ഭയങ്കര വൈറൽ. പക്ഷേ ഇത്രത്തോളമൊന്നും എത്തിയിട്ടില്ലായിരുന്നു. നമ്മുടെ കേരളത്തിൽ മൊത്തത്തിൽ വൈറലായിരുന്നു. അപ്പോൾ അങ്ങനെ സ്നേക്ക് റെസ്ക്യൂർ ആവുന്നു, കുറേ വർക്ക് ചെയ്യുന്നു. ഇതിനിടയിൽ എവിടെയാണ്, അതുവരെ ജോലി വളരെ സ്മൂത്തായി പോയിക്കൊണ്ടിരുന്നതാണ്. അതിനിടയിലാണ് കുറേ പ്രശ്നങ്ങൾ വരുന്നത്. അതായത് ഇന്ന് ആഘോഷിക്കപ്പെടുന്ന റോഷിനി ഇവിടെ ഇരിക്കുന്നത് അത്ര സുഖമുള്ള വഴിയിലൂടെ നടന്നിട്ടൊന്നുമല്ല, ഒരുപാട് ബുദ്ധിമുട്ടിയ വഴികളിലൂടെ നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വ്യക്തികേന്ദ്രീകൃതമായല്ല, പക്ഷേ ഒരു സ്ത്രീ അങ്ങനെ വിചാരിക്കാത്ത, അതായത് നമ്മുടെ വീട്ടിലൊരു പാമ്പ് കയറിയാൽ നമ്മൾ ഒരിക്കലും അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയെ വിളിക്കാൻ പറയില്ല, ചേട്ടനെ വിളിക്കാനേ പറയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും റോഷിനി ആഘോഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഈ ആഘോഷത്തിലേക്ക് എത്താൻ എത്ര ബുദ്ധിമുട്ട് സഹിച്ചിട്ടുണ്ട്? ഒരുപാട്. ഞാൻ ശരിക്കും ഈ റാപ്പിഡ് റെസ്പോൺസ് ടീമിലേക്ക് തന്നെ ചോദിച്ച് വാങ്ങുന്നതാണ്. ഞാൻ അതിനു മുമ്പൊരു ഇക്കോ ടൂറിസത്തിൽ ജോലി ചെയ്തിരുന്നു. അവിടെ വെച്ച് ഒരുപാട് ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് ഉണ്ടായത് വേറൊന്നും കൊണ്ടല്ല, ഒരു സ്ത്രീ വളരെ ചെറിയ സമയം കൊണ്ട്
ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ടുള്ളൂ, അവർക്കൊരു പൊസിഷൻ കൊടുക്കുന്നു, അവരെ കുറച്ച് പേര് അംഗീകരിക്കുന്നു. ഇതൊക്കെയായിരുന്നു പുരുഷന്മാരുടെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ തന്നെയാണ് എന്നെ തളർത്താൻ വേണ്ടിയിട്ട് അവരായിട്ട് തന്നെയാണ് പല കഥകളും ഉണ്ടാക്കി പല രീതിയിൽ ഉപദ്രവിച്ചതെല്ലാം അങ്ങനെയായിരുന്നു. പക്ഷേ ഞാനൊക്കെ അന്ന് എന്തുവാണ് അങ്ങ് ആത്മാർത്ഥതയുടെ മൂർധന്യാവസ്ഥയായിരുന്നു. കാരണം നമുക്കറിയില്ലല്ലോ സർക്കാർ ജോലിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് പ്രശ്നങ്ങൾ, അധികം വലിയ ഇത് കാണിക്കാൻ പാടില്ല, നമ്മളെവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കണം എന്ന്. ഇപ്പോഴാണെങ്കിൽ അറിയാം എങ്ങനെയൊക്കെയാണ് ജോലി ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. അന്ന് അറിഞ്ഞുകൂടല്ല, വന്ന സമയമല്ലേ, നമ്മുടെ മുഴുവൻ എഫേർട്ടും അതിലിട്ട് നമ്മളങ്ങ് ചെയ്യുമായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ ഒരു സ്വഭാവവും കൂടി അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. ഒത്തിരി എന്ന് പറഞ്ഞാൽ പോരാ, പറഞ്ഞാൽ അതൊക്കെ വലിയ കഥയാണ്. ആ രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. അങ്ങനെയാണ് ഞാനൊരു ഏകദേശം ഒരു മെൻ്റൽ സ്ട്രെസ്സ് വരെ എത്തിയ ഒരു ഡിപ്രഷൻ, ആ ഒരു ലെവൽ വരെയൊക്കെ എത്തി. ഫാമിലിയുടെ സപ്പോർട്ട് കൊണ്ട് വീണ്ടും ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് പോലെയാണ് പിന്നീട് ഞാൻ RRT ചോദിച്ച് വാങ്ങി വരുന്നതാണ്. RRTയിൽ വന്നതിന് ശേഷമാണ് ശരിക്കും ഈ വൈറലാവുന്നത്. അപ്പോൾ വീണ്ടും ദഹനം കുറച്ചുകൂടെ ബുദ്ധിമുട്ടായി പലർക്കും. അതെ, അതായത് ഞാൻ പറയുന്നത് ചെറിയ പ്രശ്നങ്ങളിലൂടെ അല്ല കടന്നുപോയത്. സെക്ഷൽ ഹരാസ്മെന്റിൽ തുടങ്ങി ജാതി അധിക്ഷേപം തുടങ്ങി ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇതൊന്നും വേണ്ട, നമുക്കൊരു അമ്മ പറഞ്ഞ പോലെ ഒരു LD ക്ലർക്കായി പോവാം എന്നോ അല്ലെങ്കിൽ ഇത് മതിയാക്കാന്നോ എപ്പോഴെങ്കിലും തോന്നി? ഇടയ്ക്ക് അങ്ങനെ തോന്നിയത് എനിക്ക് മടുത്തതുകൊണ്ടല്ല. ഞാൻ പറഞ്ഞില്ലേ, എന്നെ അഫോർഡ് ചെയ്യാൻ അവർക്കെന്തോ ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നി. കാരണം ഞാൻ കുറച്ച് അറിയപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിലെ പ്രശ്നം. വെറും ഈഗോയാണ്, അല്ലാതെ അതിൽ ഞാനായിട്ട് ഒരാളെയും ബുദ്ധിമുട്ടിച്ചത് കൊണ്ടൊന്നുമല്ല. ഞാൻ കുറച്ച് മീൻസ് എൻ്റെ ലെവലിലുള്ളവർ വിചാരിക്കും ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു, അവൾ മാത്രം എന്ന് വിചാരിക്കും. എനിക്ക് മുകളിലുള്ളവർ വിചാരിക്കും ഞങ്ങൾ ഇത്രയും വലിയതായിട്ട് നിൽക്കുമ്പോൾ താഴെയുള്ള ഒരാളിങ്ങനെ. അങ്ങനെ ആയിരിക്കണം മേ ബി. എനിക്ക് മറ്റൊരു റീസൺ ഞാൻ അതിൽ കണ്ടിട്ടില്ല, എന്തുവാണ് എന്നെ ഇങ്ങനെ ഇത് ചെയ്യുന്നതിനെന്നുള്ള. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പലപ്പോഴും വിചാരിച്ചു മാറിക്കൊടുക്കാം, കുറച്ച് സമയത്തേക്ക് ഞാൻ മാറിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ ഒത്തിരി ഡെപ്യൂട്ടേഷനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. വേറെ അതൊരിക്കലും ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാൻ പോകാൻ വിചാരിച്ചതല്ല. പക്ഷേ എന്നെ നിർബന്ധിച്ച് മാറണം എന്നൊരിത് വന്നതുകൊണ്ട് പലപ്പോഴും ശ്രമിച്ചതാണ്. പക്ഷേ അതുപോലും എനിക്ക് തന്നില്ല. കാരണം അങ്ങനെ പോണ്ട, ഇവിടെ നിന്ന് ബുദ്ധിമുട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ വരെ എത്തിച്ചിട്ടുണ്ട്. തന്നിട്ടില്ല എനിക്ക്. അങ്ങനെ ഞാൻ പോയിട്ടുമില്ല. അങ്ങനെ ഒത്തിരി നാൾ പിന്നെ ലീവൊക്കെ എടുത്ത് വീട്ടിലൊക്കെ ഇരുന്നിട്ടുണ്ട്, അങ്ങനെ കുറച്ച് നാളൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും തിരിച്ച് വരുന്നത്. തിരിച്ച് വന്നപ്പോഴത്തേക്ക് കുറച്ച് നാൾ വലിയ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഉപദ്രവിച്ചു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ജാതി അധിക്ഷേപം വച്ചിട്ട് വീണ്ടും ഉപദ്രവിച്ചു. അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മനസ്സിൽ സത്യസന്ധതയുണ്ടെങ്കിൽ പിന്നെ എനിക്കാരെയും പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയാൽ മതി. എനിക്കത് മറ്റൊരാളെ ബോധിപ്പിക്കണമെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. പക്ഷേ ഒഫീഷ്യലി ഉപദ്രവിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു വിഷമവും ബുദ്ധിമുട്ടും ഒക്കെയാണ്. അങ്ങനെ അതെല്ലാം ഞാൻ ഓവർകം ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഓഫീസിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് കരഞ്ഞിട്ടുണ്ട്. മീൻസ് ഞാനൊരു ഓഫീസറായിട്ട് കൂടി ഞാൻ പല ഓഫീസിൻ്റെ മുന്നിൽ ചെന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യം എൻ്റെ സഹപ്രവർത്തകരാണ് എനിക്ക് ഉണ്ടാക്കി തന്നത്, മറ്റേ ഒരു വേറെ പുറത്തുള്ള ഒരാളല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് തോന്നാം. പക്ഷേ എൻ്റെ കൊളീഗ്സ്, എൻ്റെ കൂടെ നിൽക്കുന്നവരാണ് അങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുള്ളത്. പോലീസ് സ്റ്റേഷനിലും സെക്രട്ടേറിയറ്റിലോ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് കയറി ഇറങ്ങി ഞാൻ ഒത്തിരി. അതെ, മിനിസ്റ്ററുടെ അടുത്തൊക്കെ ഒത്തിരി തവണ ഞാൻ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഞാൻ പറഞ്ഞില്ലേ കരഞ്ഞുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം പോകുന്നത്. ഞാൻ ഒരാളെയും കൂട്ടുവിളിച്ച് അത് പണ്ട് മുതലേ ഉള്ള എൻ്റെ ഒരു സ്വഭാവമാണത്. എൻ്റെ ഒരു കാര്യങ്ങൾക്കും ഞാൻ മറ്റൊരാളെ കൂടി കൂട്ടുവിളിക്കാറില്ല. അത് എൻ്റെ ഒരു സ്വഭാവമായിരിക്കണം. പണ്ട് മുതലേ എനിക്കൊരു കൂട്ടായിട്ടില്ല. ഇപ്പോഴും എനിക്ക് ഒരു ഫ്രണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ റോഷിനിയുടെ അടുത്ത സുഹൃത്ത് ആരാണെന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ ഒരാളില്ല. എനിക്കെല്ലാവരും സുഹൃത്തുക്കളാണ്. ഞാൻ എല്ലാ ആൾക്കാർക്കും ഉണ്ടാവാം നമ്മുടെ സീക്രട്സ് എല്ലാം പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ എല്ലാം പറയാൻ പറ്റുന്ന 1-2 പേര് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ആൾക്കാർക്കൊക്കെ ഉണ്ടാവും. പക്ഷേ എനിക്കങ്ങനെ ഒരാളില്ല. അത് 100% സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ കാണുന്നവരും സംസാരിക്കുന്നവരും എല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. അങ്ങനെ പണ്ട് മുതലേ അങ്ങനെയാണ്. സ്കൂളിൽ പഠിക്കുമ്പോഴും എൻ്റെ ക്ലാസ്സിൽ 30 പേരുണ്ടെങ്കിൽ 30 പേരും എന്നോട് കൂട്ടാണ്. അതിലെനിക്ക് ഒരാളെ എടുത്തു പറഞ്ഞ് എൻ്റെ അടുത്ത കൂട്ടാണെന്ന് പറയാൻ എനിക്കൊരാൾ ഉണ്ടായിട്ടില്ല ശരിക്കും. അപ്പോൾ ആ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് ഒത്തിരി വന്നിട്ടാണ് പിന്നെ ഞാനങ്ങ് ഒതുങ്ങി. പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ് എന്ന് എനിക്ക് ഇപ്പോഴാണ് ഡയലോഗ് ഓർമ്മ വന്നു. ശരിക്കും ഞാൻ കുറച്ച് നാളുകൊണ്ട് ഞാൻ ഒന്നിനുമില്ല.
മീൻസ് ഞാനായിട്ടങ്ങ് ഒതുങ്ങിയിരിക്കുമായിരുന്നു. എന്നെ ഒരുപാട് അവഗണിച്ചു. ഒരുപാട് എനിക്ക് തോന്നുന്നു മറ്റെന്തിനേക്കാളും ബുദ്ധിമുട്ടിച്ചത് സ്വന്തം ഇടം, നമ്മുടെ ഓഫീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടമാണ്, നമ്മൾ ഏറ്റവും സമയം സ്പെൻഡ് ചെയ്യുന്ന, അവിടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒറ്റപ്പെടൽ, അവഗണന, അതൊക്കെ ആയിരിക്കും ഏറ്റവും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവില്ലേ. ഈ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി ചോദിക്കണം. ഞാൻ റോഷിയുടെ ഹസ്ബൻഡിനോട്, സജിത്തിനോടാണ് നമ്പർ ചോദിക്കുന്നത്. അല്ല, നമ്പർ ചോദിക്കുകയല്ല, റോഷിന് ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ കിട്ടുമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ തന്നെ സജിത്ത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്പർ തരിക ചെയ്ത്, നേരിട്ട് ചോദിക്കും. അപ്പോൾ ആ പേഴ്സണൽ സ്പേസ് അനുവദിച്ച് തരുന്നൊരു ഫാമിലി, അത് അനുവദിച്ച് തരിക എന്നുള്ളതല്ല, അതുള്ള ഒരു ഫാമിലി. അപ്പോൾ എങ്ങനെയായിരുന്നു ഹസ്ബൻഡ്, 2 കുഞ്ഞുങ്ങൾ, അവരുടെ സപ്പോർട്ട്, അവർ കടന്നുപോയൊരു മാനസികാവസ്ഥ? നമ്മൾ ഒരു സ്ത്രീ ഡള്ളാവുമ്പോൾ ഒരു ഫാമിലി ഒന്ന് ഡള്ളാവില്ലേ, അവിടെ നിന്നും തിരിച്ചു കൊണ്ടുവരാൻ എങ്ങനെയായിരുന്നു ആ സപ്പോർട്ട്? ഞങ്ങൾ 3 പെൺപിള്ളേരായിരുന്നു, ഞാൻ 3ാമത്തതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയച്ഛനും എന്നെ ഒരു ആണിൻ്റെ ഒരു ഇതിലാണ് വളർത്തിയത്. ഒരിക്കലും എൻ്റെ അമ്മയച്ഛനും ഒരു തവണ പോലും ഒരു സ്ഥലത്ത് പോകരുത്, അല്ലെങ്കിൽ അത് ചെയ്യരുത്. പിന്നെ ഇന്നത്തെ കാലം പോലെയല്ല, അന്ന് കുറച്ചും കൂടി ഒരിതുണ്ട്. ഇപ്പോഴാണെങ്കിൽ പെൺകുട്ടികളെ പുറത്ത് വിടാനൊക്കെ ഒരു പേടി, അന്നങ്ങനെ പേടിയൊന്നുമില്ലല്ലോ. കൊച്ചിരി സന്ധ്യ ആയാലും വന്നില്ല എന്ന് പറഞ്ഞ് ടെൻഷനോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നോടൊന്നും ചെയ്യരുതെന്നോ, എന്നെ ഒരു പകുതി ഒരു ആൺകുട്ടിയായിട്ടാണ് ശരിക്കും, ഞാൻ ആണായിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതില്ലാതായപ്പോഴുള്ള ഒരിതാണ്, എന്നെ കുറച്ച് ആണായിട്ടാണ് വളർത്തിയത്. അപ്പോൾ എൻ്റെ അമ്മയച്ഛൻ എന്നോട് ഒന്നിനും വേണ്ടാന്ന് നിർബന്ധിച്ചിട്ടില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ചേട്ടൻ അതേ ഒരിതായിരുന്നു. ഹസ്ബൻഡ് ഒരിക്കലും ഒന്നും ചെയ്യരുത് എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. നിനക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ, നീ ചെയ്തോ, എനിക്കൊരു പ്രശ്നമില്ല, ആ ഒരു ലെവലായിരുന്നു എന്ത് കാര്യത്തിന്. ഇപ്പോൾ പാമ്പിന് ലൈസൻസ് എടുക്കുമ്പോഴും നീ ഓക്കെ ആണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയായിരുന്നു. ഇതുപോലെ പോകുന്നതായാലും വരുന്നതായാലും എൻ്റെ ഇഷ്ടങ്ങൾക്കൊന്നും എൻ്റെ ഹസ്ബൻഡ് തടസ്സം നിന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഈ പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ അമ്മ തന്നെ പറയും, അവനാണ് അവളെ ഇങ്ങനെ ആക്കി കളയുന്നതെന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം ഞാനിപ്പോൾ രാത്രി 1 മണിക്കും 2 മണിക്കുമൊക്കെ എണീറ്റ് പോകാറുണ്ട് പാമ്പിനെ എടുക്കാൻ. അവിടെ എവിടെ എപ്പോഴെങ്കിലും നോ എന്നൊരു വാക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പോവുമായിരിക്കും, എനിക്കത് പോകാതിരിക്കാൻ പറ്റില്ല, ചിലപ്പോൾ ഞാൻ പോകും എൻ്റെ സ്വഭാവം അനുസരിച്ച്. പക്ഷേ ആ നോ എൻ്റെ മനസ്സിൽ കിടന്നു കഴിഞ്ഞാൽ ഞാനതിൽ കംഫർട്ടാവില്ല. പക്ഷേ ആ ഒരു നോ എനിക്കിതുവരെ വന്നിട്ടില്ല, ഈ നിമിഷം വരെയും വന്നിട്ടില്ല. അപ്പോൾ ഈ കിങ് കോബ്ര എടുക്കാൻ പോകുമ്പോഴും ഞാൻ ആകെ മെസ്സേജ് ചെയ്തത് ചേട്ടനാണ്. ഹസ്ബൻഡിന് ഞാൻ മെസ്സേജ് ചെയ്തു, ഇങ്ങനൊരു കിങ് കോബ്രയുണ്ട്, ഞാൻ റെസ്ക്യൂ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. തിരിച്ചൊരു തമ്പ് പുള്ളി എനിക്ക് റിപ്ലൈ തന്നു. ആ തമ്പ് അത് മതി, അതാണ് നമ്മുടെ സപ്പോർട്ടെന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് ഡിപ്രഷനിലായിരിക്കുന്ന സമയത്തും ഫാമിലി തന്നെ ആയിരുന്നില്ല സപ്പോർട്ട്? അതെ, ഉറപ്പായിട്ട് എന്നെ അവിടെ നിന്ന് ഈ ലെവലിൽ കൊണ്ടെത്തിച്ചത് ഹസ്ബൻഡാണ്. ആ 100%. കാരണം എൻ്റെ മക്കളൊക്കെ അന്ന് ഇച്ചിരിയുടെ കൊച്ചായിരുന്നു, ഒരു 3-4 വർഷം മുമ്പ് ഇച്ചിരിയുടെ ചെറുതായിരുന്നു. അന്നൊന്നും വേറെ ആരുമില്ല. കാരണം അമ്മയൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാനൊന്നും എൻ്റെ അമ്മയോ ചേച്ചിമാരെയോ ഒന്നും അറിയിക്കാറില്ല. കാരണം അവർ ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത സ്വഭാവമാണ്. ഭയങ്കര ടെൻഷൻ പിടിച്ച അങ്ങനത്തെ 2 പിള്ളേരാണ് അവർ. അമ്മയും അതുപോലെയാണ്. പക്ഷേ അമ്മയ്ക്ക് കുറച്ചുകൂടെ ധൈര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും അവരോട് പറയാറില്ല. ഇവർ എവിടെന്നെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടായിരിക്കും അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമം. അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും ഇവരെ ആരെയും അധികം അറിയിക്കാറില്ല. അപ്പോൾ അന്ന് പക്ഷേ അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ കൂടെ നിന്നത് ഹസ്ബൻഡാണ്. ആ ഒരു സപ്പോർട്ട് ഉറപ്പായിട്ടും അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. ഇപ്പം അമ്മ എന്തു പറയുന്നു ഈ സന്തോഷവാരമൊക്കെ കേൾക്കുമ്പോൾ? ഇപ്പോൾ ശരിക്കും അമ്മയ്ക്ക് മൊബൈലൊക്കെ ഉണ്ട്, എന്നാലും എല്ലാമൊന്നും നല്ലോണം നോക്കാനൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ചേച്ചിമാർ പറഞ്ഞിട്ടൊക്കെയാണ് അറിഞ്ഞത്. ഞാൻ വിളിച്ച് പറഞ്ഞൊന്നുമില്ല. അത് പിടിച്ച് കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസമാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ വിളിച്ചുമില്ല. അടുത്ത ദിവസം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇന്ന് രാജവെമ്പാലെ പിടിക്കാൻ പോയില്ലേ എന്ന് ചോദിച്ചു. മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പം മനസ്സിലായി, അറിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി. ഒന്നും പറഞ്ഞില്ല. പിന്നെ ഇടയ്ക്ക് കുറേ നാൾ ഞാനും അമ്മയും കൂടെ മിണ്ടാതെ വരെ ഇരുന്നിട്ടുണ്ട്. കാരണം അമ്മയ്ക്ക് അത്രമാത്രം, കാരണം അമ്മ എന്നും രാത്രി കരച്ചിലൊക്കെ ആയിരുന്നു. മീൻസ് ഇങ്ങനെ വാവ സുരേഷിനെ പാമ്പ് കടിച്ച ആ ഒരു ഇതൊക്കെ വന്നപ്പോൾ ഈ പിള്ളേർ ചേച്ചിമാരിങ്ങനെ വീഡിയോ എടുത്തിട്ട് കൊടുത്തിട്ട് ഇവർ അമ്മയെ കൊണ്ട് പറയിക്കും. അവർക്ക് എന്നോട് പറയാനൊരു പേടിയാണ്. അപ്പോൾ ഇവർ അമ്മയെ കൊണ്ട് ഇങ്ങനെ പറയിക്കും എന്നോട്.
അമ്മ അവളിങ്ങനെ പോകുന്നു, വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ഓഫീസിൽ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പേടിപ്പിക്കും അമ്മയെ. അപ്പോൾ അമ്മയ്ക്ക് രാത്രി ഉറക്കമില്ല, അമ്മ എണീച്ചിരുന്ന് കരയുകയൊക്കെ ചെയ്യും. അങ്ങനെ അമ്മേനെ വിളിച്ച് പറയുമ്പോൾ ഞാൻ അമ്മയോട് വഴക്കൂടും. അങ്ങനെ ഞാൻ അമ്മയോട് മിണ്ടാതെ വരെ ഇരുന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസം. അത്രമാത്രം പാവം അമ്മയുടെ ആ ഒരു അവസ്ഥയാണ്, അതുകൊണ്ട് പറയുന്നതാണ്. പക്ഷേ ഞാനതിൽ ഓക്കെ ആയതുകൊണ്ട് പണ്ട് ഞാനങ്ങനെ വലിയ പറഞ്ഞാലൊന്നും കേൾക്കൂല. ഈ ഒരു കാര്യത്തിൽ ഞാൻ പക്ഷേ പറഞ്ഞാൽ കേട്ടിട്ടില്ല. ഇപ്പോൾ ഓക്കെയാണ്. ഇപ്പോൾ പിന്നെ ആ ഒരു ഇതൊക്കെ അങ്ങ് മാറി ഞാൻ കുറച്ച് ഇതൊക്കെ ആയപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒന്നും പറയും ഇടയ്ക്ക്, ഇനി മതിയാക്കി കൂടെ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, കേൾക്കൂല. റോഷ്നി ഓഫീസിൽ ചിലപ്പോൾ കോള് വന്നാലും റോഷ്നിക്ക് കൊടുക്കണ്ടെന്ന് പറയുന്ന ഒരു സ്റ്റേജ് എന്നിട്ട് ഇപ്പോൾ തിരികെ വരുമ്പോൾ, ഒരു ലീവിലൊക്കെ ആയിരുന്നു, അത് കഴിഞ്ഞ് വീണ്ടും തിരികെ വരുമ്പോൾ കുറേ നല്ല മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണ് തിരിച്ചു വരാനുള്ള ഒരു ശക്തി എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഞാൻ ലീവിൽ നിൽക്കുമ്പോഴും ഞാൻ പാമ്പിനെ എടുക്കാൻ പക്ഷെ പോകാറുണ്ട്. നമുക്കങ്ങനെ പോവാം. പാമ്പിനെ റെസ്ക്യൂ ചെയ്യാൻ മീൻസ് ബീറ്റ് ഓഫീസർമാർ ഒത്തിരി പേരുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിൽ അധികം അങ്ങനെ എടുക്കുന്നവരാരും ഇല്ല. അപ്പം നമുക്ക് ലൈസൻസ് തന്നിരിക്കുന്നത് പുറത്തുള്ള ആൾക്കാർക്കും കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ലൈസൻസ്ഡാണ്. അപ്പം ഞാൻ ഈ ഓഫീസിൽ പോയാൽ എടുക്കാവൂന്നോ അല്ലെങ്കിൽ ഞാൻ ലീവിൽ നിൽക്കുമ്പോൾ എടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല. എനിക്ക് വ്യക്തിപരമായി ലൈസൻസ് തന്നിരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഞാൻ ലീവിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ റെസ്ക്യൂ ചെയ്യുമ്പോൾ ഇവരെന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. മീൻസ് ആ പാമ്പിനെ ഏറ്റുവാങ്ങാൻ തയ്യാറാവില്ലായിരുന്നു. ഞാനൊന്ന് വന്ന് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞാൽ കൊണ്ടുപോകില്ലായിരുന്നു. ഞാൻ പാമ്പിനെ എടുത്തിട്ട് തിരിച്ച് വിട്ടിട്ട് വീണ്ടും പിടിക്കുന്നു എന്ന് പറഞ്ഞ് കഥ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് പല രീതിയിലും മാനസികമായി ഞാൻ ഒരുപാട് കണ്ണീരിന് പകരം രക്തം വന്നിട്ടുണ്ട്. ആ രീതിയിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്, മനസ്സ് വേദനിച്ച് കരഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ടായിരുന്നു ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കണം. പിന്നീട് തിരിച്ചു വന്നപ്പോൾ വിചാരിച്ചു ഒന്നിനും പോകണ്ടെന്നൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ എന്നെക്കൊണ്ട് പറ്റൂല. അപ്പം ഞാൻ ഓട്ടോമാറ്റിക്കലി പോവും. അങ്ങനെ വീണ്ടും പിന്നെ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്, എല്ലാവരുമായിട്ട് ഭയങ്കര ഇതായി. പഴയ ഒരു ഇതൊക്കെ അങ്ങ് മാറി. നല്ല രീതിയിൽ തന്നെയാണ്. കൂടെയുള്ളവരൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല, നല്ല രീതിയിൽ ഓഫീസിലൊക്കെ പോകുന്നുണ്ട്. ഞാൻ പൊതുവേ എല്ലാവരോടും അങ്ങനെ ഇതായിട്ട് പോകുന്ന ഒരാളാണ്. എനിക്ക് എൻ്റെ ശത്രുവിനോട് പോലും ഞാൻ ഒരിക്കലും ഒരു മോശമായിട്ട് എനിക്ക് പെരുമാറാൻ പറ്റില്ല. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, എന്നെ ഉപദ്രവിച്ചവരൊക്കെ ഇപ്പോഴും എൻ്റെ തോളിൽ കൈയിട്ട് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പറയും വീണ്ടും പൊയ്ക്കൊള്ളണം എന്നൊക്കെ പറയും. അതൊക്കെ നമ്മുടെ ഒരു വിധിയാണ്, വരാനുള്ളത് വരും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഉള്ളിൽ നിന്ന് തന്നെ ഒരു കരുത്തിൽ മുന്നോട്ട്. അതെ അതെ അതെ. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി ചോദിക്കാനുള്ളത്, ഇത്രയും നാളത്തെ ഇപ്പം 100 മൂർഖൻ കഴിഞ്ഞു, 60 പെരുമ്പാമ്പിനെയൊക്കെ പിടിച്ചു കഴിഞ്ഞു. പെരുമ്പാമ്പ് 119. ടോട്ടൽ ഒരു 800 കൂടുതലായി, 1000 അടുപ്പിച്ചായി ഏകദേശം. മറക്കാനാവാത്തൊരു അനുഭവം ഉണ്ടോ? മറക്കാനാവാത്തത് അങ്ങനെയൊന്നുമില്ല. എല്ലാം ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഒരു പ്രത്യേകമായിട്ടൊരു റെസ്ക്യൂ അങ്ങനെ ഇല്ല. എല്ലാം ഞാനങ്ങ് വലിയ നമുക്ക് ബുദ്ധിമുട്ട് എന്ന് തോന്നുന്നത് എപ്പോഴാണ്, നമ്മളതൊരു ഇത് വിചാരിക്കുമ്പോഴാണ്. ഞാനങ്ങനെ വിചാരിക്കാറില്ല. അതുകൊണ്ട് പിന്നെ പെരുമ്പാമ്പ് കുറച്ച് പാടാണ്, കാരണം ഇത്രയും സൈസാണ്. എനിക്ക് 54 കിലോയേ ഉള്ളൂ എൻ്റെ വെയിറ്റ്. ഞാൻ 55-56 കിലോ ഉള്ള പെരുമ്പാമ്പിനെ ഞാൻ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. കാരണം നമുക്ക് സ്റ്റിക്ക് വെച്ചൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല പെരുമ്പാമ്പിനെ. പിന്നെ പെരുമ്പാമ്പിനെ എടുക്കാൻ പോകുന്ന എല്ലാം രാത്രിയാണ്. ഈ 12 മണി, 1 മണി, 2 മണി, പകലും ഉണ്ട്, എന്നാലും രാത്രിയാണ് കൂടുതൽ. അപ്പോൾ പോകുമ്പോൾ സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ കാണും. നാട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. നമ്മൾ എടുക്കാൻ ചെല്ലുമ്പോൾ അവർക്കെല്ലാം ഭയങ്കര കാര്യമാണ്. അവരെല്ലാം നമുക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിലൊക്കെ ചെയ്തു തരും. പക്ഷേ ഞാൻ പാമ്പിനെ എടുക്കുമ്പോൾ അധികം ആരെയും ഇൻവോൾവ് ചെയ്യിക്കാറില്ല. അപ്പോൾ ആ ഒരു രീതിയിലൊന്നും കുഴപ്പമില്ല. പിന്നെ മൂർഖൻ പാമ്പ് 1-2 എണ്ണം എടുക്കാൻ പോയപ്പോൾ ഇച്ചിരി ഒരു ഇത് വന്നിട്ടുണ്ട്. ഒരു നെടുമങ്ങാട് ഒരു മൂർഖനെ എടുക്കാൻ പോയപ്പോൾ അത് ഇപ്പോൾ തൊടാൻ സമ്മതിക്കില്ലായിരുന്നു. ചില സമയത്ത് അഗ്രസീവായിരിക്കും പാമ്പ്, മുട്ടയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇണചേരുന്ന സമയത്തൊക്കെ ഭയങ്കര അഗ്രസീവായിരിക്കും. അപ്പം നമുക്ക് ചിലപ്പോൾ അത് നമ്മളെ തൊടാൻ സമ്മതിക്കില്ല. കാരണം നമുക്ക് ഒന്ന് തൊട്ട് വാലൊന്ന് കിട്ടിയാൽ മാത്രമേ നമുക്കിതിനൊന്ന് റെസ്ക്യൂ ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ, ബാഗിലൊന്ന് കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അത് തൊടാൻ സമ്മതിക്കില്ലായിരുന്നു. അത് ഇച്ചിരി നേരം ഒന്ന് പാടുപെടുത്തിച്ചു.
കിട്ടി പിന്നീട്, കുഴപ്പമില്ല. പിന്നെ ഒരു രാത്രി ഒരു മൂർഖമാമ്പിനെ എടുക്കാൻ പോയതും അതും ഇതുപോലെ ആയിരുന്നു, ഇച്ചിരി ഒരു പാടായിരുന്നു. അത് ഓടിക്കളഞ്ഞ് നമ്മൾ പുറകെ പോയി പിടിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പാടാണ്. ഇങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമുക്കറിയാം മൂർഖൻ എങ്ങനെ പ്രതികരിക്കും, അണലി എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെ ഉള്ള നമുക്കൊരു ധാരണ വ്യക്തമായിട്ടുണ്ട്. എന്നാലും ഒരു മൈക്രോ സെക്കൻഡിനുള്ളിൽ സംഭവിക്കാം അതിൻ്റെ ഒരു ഇതനുസരിച്ചിട്ട്. അപ്പോൾ അത്രയും നമ്മൾ ഇതായിരിക്കണം, അലേർട്ടായിരിക്കണം. ഞാൻ ഭയങ്കര രസമായിട്ട് കേട്ടൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, രാജവെമ്പാല കിട്ടുക എന്നുള്ള എൻ്റെ സ്വപ്നമായിരുന്നു എന്ന്. എങ്ങനെയാണ് ആ സ്വപ്നത്തിലേക്ക് എത്തിയത്? അതൊരു ഇഷ്ടമായിരുന്നു. അത് നമ്മൾ പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന എല്ലാവർക്കും ഉള്ള താല്പര്യമാണ് കിങ് കോബ്ര എന്ന് പറയുന്നത്. അത് കിങ് അല്ലേ, ദേശീയ ഉരകമാണ്, നമ്മുടെ എൻഡേഞ്ചേർഡ് സ്പീഷീസിലുള്ള ഒരാളാണ്. ഞാൻ ലൈവായിട്ട് കണ്ടിട്ടില്ല, ഞാൻ അന്നാണ് ആദ്യമായിട്ട് കാണുന്നത്, എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നേരിട്ട് കാണുന്നത് അന്നാണ്. അപ്പോൾ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. എനിക്ക് 1-2 തവണ വന്നിട്ടുമുണ്ട്, പക്ഷേ എനിക്ക് തന്നില്ല. ഞാൻ പെണ്ണായതുകൊണ്ട് എനിക്ക് തന്നില്ല. അങ്ങനെ എനിക്കൊരു വിഷമം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം മുമ്പൊരിക്കലും ഒരു റെസ്ക്യൂ ചെയ്ത ഒരു പാമ്പിനെ കിട്ടിയപ്പോൾ റിലീസ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞു, റിലീസ് ചെയ്യുമ്പോൾ എന്നെ കൂടി വിളിക്കണം, എനിക്ക് ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് മനഃപൂർവ്വം ഞാൻ ഇല്ലാത്ത ദിവസം നോക്കി റിലീസ് ചെയ്ത് കളഞ്ഞു, എന്നെ തരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അന്ന് അതൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ കുറേ നാളായി അതൊക്കെ, പക്ഷെ അതെൻ്റെ മനസ്സിൽ എനിക്കൊരു വിഷമമായിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരെണ്ണം വന്നപ്പോഴും വേറെ ആളെ വിളിച്ച് റെസ്ക്യൂ ചെയ്യിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, അതെന്ത് എന്നെ വിളിക്കാത്ത എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞ് അത് രാജവെമ്പാലയാണ്, നിങ്ങളൊരു സ്ത്രീയല്ലേ, രാത്രിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കത് പ്രശ്നമല്ലല്ലോ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്, ഞാൻ കംഫർട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുഴപ്പമില്ല, എന്തായാലും വേറെ ആൾ വന്നു എന്ന് പറഞ്ഞു. അപ്പം അന്നും ഭയങ്കര വിഷമമായിരുന്നു, ഭയങ്കര വിഷമമായിരുന്നു. ആ വിഷമം എന്താണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാമില്ല. അത്രമാത്രം എന്ന് പറഞ്ഞാൽ മീൻസ് എന്തുവാണ്, നെഗ്ലക്റ്റഡ് ആണ് ശരിക്കും ആ പറയുന്നത്, അവഗണിക്കൽ. അതുകൊണ്ട് ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് കിട്ടാനുള്ളത് കൃത്യസമയത്ത് നമ്മുടെ കയ്യിൽ കൊണ്ട് തരും എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. കാരണം ഞാൻ അന്ന് അത് കിട്ടുമെന്നോ ഇത്രയൊക്കെ സംഭവിക്കുമെന്നോ ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച ഒരു കാര്യമില്ല. ഒരു രാജവെമ്പാല റെസ്ക്യൂ ചെയ്യണം എന്നുണ്ടായിരുന്നു, ആ ഒരു ആഗ്രഹം എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കുമുണ്ട്. പക്ഷേ നമ്മുടെ എവിടെയെങ്കിലും ഇല്ലാത്തത് കൊണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല ഒരിക്കലും. പക്ഷേ മഹാദേവൻ എന്തുവാണ് പറയാൻ, എനിക്ക് വാക്കുകളില്ല, ആ രീതിയിലാണ് എൻ്റെ മുന്നിൽ കൊണ്ട് തന്നത്. അത് ഒരിക്കലും ഒരു വീഡിയോ എടുക്കാനോ ഷോ കാണിക്കാനോ 4 പേരെ കാണിക്കാനോ ഒന്നുമല്ല. അപ്പോഴങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കില്ല. ഞാൻ 1-2 ഇതെന്തുവാണ് കമൻസ് കണ്ടതാണ്, വീഡിയോ എടുത്ത് കാണിക്കാൻ വേണ്ടി, വൈറലാവാൻ വേണ്ടി. അതിനൊക്കെ പല മാർഗങ്ങളുണ്ട്. സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് വൈറലാവേണ്ട കാര്യമൊന്നും ആർക്കുമില്ല. അപ്പോൾ ആ സമയത്ത് നമ്മളതൊന്നുമല്ല ചിന്തിക്കുന്നത്. ആ പാമ്പിനെ അവിടെ നിന്ന് സേഫായിട്ട് റെസ്ക്യൂ ചെയ്ത് മാറ്റണം എന്ന് മാത്രമാണ് നമ്മൾ ആലോചിക്കുന്നത്. അവിടെ പോയി നിൽക്കുമ്പോഴും അങ്ങനെയാണ്. ഞാൻ മഹാദേവന്, ഞാൻ ഏത് പാമ്പിനെ എടുക്കാൻ പോയാലും 1 രൂപയെങ്കിലും മഹാദേവനൊരു നേർച്ചയിട്ടിട്ടാണ് പോകുന്നത്. അങ്ങനെയാണ് ചെയ്തത്. വിശ്വാസം ഇല്ലാത്തവർക്ക് എനിക്കറിഞ്ഞുകൂടാ, എൻ്റെ ഒരു വിശ്വാസമാണത്. അപ്പോൾ അന്നും അതുപോലെ തന്നെ ഞാൻ മഹാദേവനെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇറങ്ങി നിൽക്കുന്നത് പോലും. പക്ഷേ ഒരു കുഴപ്പമില്ലാതെ വളരെ നല്ല രീതിയിൽ അതിനെ അവിടെ നിന്ന് സേഫായിട്ട് റെസ്ക്യൂ ചെയ്യാൻ പറ്റും. കാരണം രാജവെമ്പാല പുറത്തിറങ്ങി വരാറില്ല. അപ്പോൾ ഈ പുറത്ത് കാണുന്നത്, അത് കാണുന്ന ആ സ്ഥലം കുറച്ച് കാട് പോലെ ഇരിക്കുന്നതാണ്. അതെ, ഞാൻ അങ്ങനെ ഒരു കമൻറ്റ് കണ്ടിരുന്നു, കാട്ടിൽ നിന്ന് എന്തിനാ. വനത്തിൽ നിന്ന് വനത്തിൽ കൊണ്ടുവിടുന്നു ഇവർ, ഇതാണ് ഇവരുടെയൊക്കെ പണി, വനം വകുപ്പിൻ്റെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ഈ പുറത്തുള്ള ആൾക്കാർക്ക് ആ കേരളത്തിൻ്റെ ആ ഒരു ഇത് അറിയാത്തത് കൊണ്ടാണ്. നമ്മുടെ ആ ഒരു ഇതെന്ന് പറയുന്നത് വനത്തിൽ പോകുമ്പോൾ കാണുന്ന ആ വനത്തേക്കാൾ വലിയ വനമാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ. അത്രയും അടിക്കാടുകളും കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ്. നമ്മുടെ റബ്ബർ എസ്റ്റേറ്റുകളൊക്കെ ഭയങ്കര കാടാണ്. അപ്പോൾ അത് അരുവിയോട് ചേർന്നുള്ള സ്ഥലമെല്ലാം ഇച്ചിരി നല്ല പച്ചപ്പിലിരിക്കുന്നതുകൊണ്ടാണ് ഇവർ വനം എന്ന് ഉദ്ദേശിക്കുന്നത്. അത് അവിടെ സെറ്റിൽമെൻറ്റ് ഉള്ള സ്ഥലമാണ്, അതിനടുത്ത് ഒത്തിരി വീടുകളുണ്ട്. അപ്പോൾ ഈ പാമ്പ് അവിടെ നിന്ന് അടുത്തൊരാളുടെ വീട്ടിൽ വന്നിരുന്നിട്ട് നമ്മൾ പിടിക്കുന്നത് മീൻസ് അങ്ങനെ വിചാരിക്കരുത് ഒരിക്കലും. അത് അടുക്കളയിൽ വന്നാലേ പിടിക്കാവൂ എന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമ്മളോട് വളരെ അടുത്താണത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാരണം, അത് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് എവിടെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അറിയാതെ വീട്ടിലൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ ഒരു മൂർഖമാണെങ്കിൽ നമ്മളത് റെസ്ക്യൂ ചെയ്യൂലായിരുന്നു. കുഴപ്പമില്ല, പൊക്കോട്ടെ എന്ന് നമ്മൾ പറയും, സാരമില്ല, അത് പോവും, നമുക്ക് പ്രശ്നം വരില്ല. കാരണം മൂർഖമാമ്പൊക്കെ നമ്മുടെ ചുറ്റും ഇഷ്ടംപോലെ ഉണ്ട്, നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ അതുപോലെയല്ല കിങ് കോബ്ര, രാജവെമ്പാല എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ സ്ഥിരം കാണുന്നതല്ല.
അപ്പോൾ അതിനെ സേഫായിട്ട് റെസ്ക്യൂ ചെയ്ത് മാറ്റുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ്. ഞാൻ ചെയ്തത് എൻ്റെ ജോലിയാണ് ഞാൻ ചെയ്തത്, എൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്തത്, എൻ്റെ ഉത്തരവാദിത്വമാണ് ഞാൻ ചെയ്തത്. അത് ഞാൻ ഭംഗിയായിട്ട് ചെയ്തു എന്ന് എനിക്ക് 100% ഇങ്ങനെ ഇപ്പം എന്ത് ചെയ്തു? റെസ്ക്യൂ ചെയ്തിട്ട് ഇങ്ങനെ അന്ന് തന്നെ നമ്മൾ റിലീസ് ചെയ്തു. അതെ നമ്മൾ അങ്ങനെയുള്ളതൊന്നും നമ്മൾ അങ്ങനെ കയ്യിൽ സൂക്ഷിക്കാറില്ല. അന്ന് വൈകുന്നേരം തന്നെ ഞങ്ങൾ റെസ്ക്യൂ ചെയ്തു, വന്ന് ഫുഡ് കഴിച്ചു, അപ്പോൾ തന്നെ കൊണ്ടുപോയി റിലീസ് ചെയ്തു. റോഷിനി, ശാസ്ത്രീയമായിട്ടുള്ള പാമ്പ് പിടിക്കൽ മെത്തേഡ്സ് എന്താണ്? നമ്മൾ കാണാറുണ്ട്, പാമ്പ് പിടിക്കുന്നു, അതിന് ഉമ്മ വയ്ക്കുന്നു, കാണികളെ കൊണ്ട് തൊടിയിക്കുന്നു, ഇതൊക്കെ ശാസ്ത്രീയമാണോ? അല്ല, ശരിക്കും അത് ഭയങ്കര അപകടമുള്ള ഒരു കാര്യമാണ്. നമ്മൾ പണ്ട് മുതലേ പാമ്പിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞ് എല്ലാവരുടെ മനസ്സിലും ഒരു ഭയമുണ്ട് പാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നത് ശരിക്കും എന്തുവാണ്, പാമ്പിൻ്റെ ജീവനും രക്ഷിക്കുന്നുണ്ട്, അവിടെ ഒരു മനുഷ്യജീവനും കൂടി നമ്മൾ രക്ഷിക്കുന്നുണ്ട്. ശരിക്കും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു പ്രകോപനം ഉണ്ടാവാതെ അത് നമ്മൾ ഒരിക്കലും ഉപദ്രവിക്കില്ല പാമ്പ്. ഇപ്പോൾ നമ്മൾ അറിയാതെ ചവിട്ടും ചിലപ്പോൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അതിനെ എടുത്തിട്ട് ഉപദ്രവിക്കുമ്പോഴാണ് ശരിക്കും അത് ബൈറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കോബ്ര ഒരിക്കലും ബൈറ്റ് ചെയ്യില്ല. കോബ്ര 2 തരം ബൈറ്റുണ്ട്. വെനം ഇൻജെക്റ്റ് ചെയ്തും ബൈറ്റ് ചെയ്യും, ഡ്രൈ ബൈറ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. അത് എന്തുവാണ്, വെറുതെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പത്തിയെടുത്ത് ഇങ്ങനെ കൊത്തുന്ന പോലെ കാണിക്കുന്നതാണ്. പക്ഷേ അതിലത് വെനം ഇൻജെക്റ്റ് ചെയ്യൂല, അല്ലാതെ വെറുതെ ചെയ്യുന്നതാണ്, ഡ്രൈ ബൈറ്റ് എന്ന് പറയും. അപ്പോൾ ഈ 2 രീതിയിൽ ഇതിന് ബൈറ്റ് ചെയ്യാം. അപ്പോൾ അതിന് അത്രയും ബുദ്ധിമുട്ടുണ്ടായാൽ മാത്രമേ അത് വെനം ഇൻജെക്റ്റ് ചെയ്ത് ബൈറ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അണലി എന്ന് പറയുമ്പോൾ വേറൊരു രീതിയാണ്. ഇപ്പോൾ അണലിയെ നമ്മളെടുത്ത് വെച്ചിട്ട് ഉമ്മ കൊടുക്കുന്നതോ നമ്മളത്രയും തൊടാൻ കൊടുക്കുന്നതോ ഒന്നും ചെയ്യൂല. കാരണം അണലി എന്ന് പറഞ്ഞാൽ അത്രയും ഡേഞ്ചറായിട്ടുള്ള സാധനമാണ്. അണലിയുടെ വാലിൻ്റെ ഭാഗത്ത് നമ്മൾ പോയി നിന്നാലും മതി, ഇതിന് 360 ഡിഗ്രിയിൽ തിരിഞ്ഞു വന്ന് കടിക്കാനുള്ള കഴിവ് അണലിക്കുണ്ട്. പിന്നെ അണലി എണീറ്റ് ചാടി നമ്മളെ കടിക്കും. അപ്പോൾ അണലി നമ്മളധികം റെസ്ക്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ വാലിൽ പോലും അധികം അങ്ങനെ പിടിക്കാറില്ല. എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടുള്ളതിൽ വാവാ സുരേഷൊക്കെയാണ് അണലിയെ കൈകൊണ്ട് അത്ര ഇതായിട്ട് എടുക്കുന്നത്. പുള്ളി അത്രയും എക്സ്പീരിയൻസ്ഡ് ആണ്, അതുകൊണ്ടായിരിക്കണം. ഞാനൊന്നും ഇതുവരെ അണലി അങ്ങനെ പിടിച്ചിട്ടുണ്ട്, വാലിൽ പിടിച്ചിട്ടുണ്ട്, പക്ഷെ അത്ര ഡേഞ്ചറാണ് അണലി എന്ന് പറയുന്നത്. ഏറ്റവും വലിയ വിഷപ്പല്ല് അണലിക്കാനുള്ളത്, നീളം കൂടിയ വിഷപ്പല്ലുള്ളത് അണലിക്കാണ്. കാരണം അത് അത്രയും വലിയ പല്ലാണ്. അത് നമ്മുടെ ഒരു ബൈറ്റിൽ തന്നെ നല്ല വെനം ഉള്ളിൽ കയറാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ നമ്മുടെ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവും. അണലിയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റേണ്ട ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ അത്രയും ടോക്സിക് ആയിട്ടുള്ള, വെനമസ് ആയിട്ടുള്ള, ഡേഞ്ചറായിട്ടുള്ള പാമ്പാണ്. പക്ഷെ മൂർഖൻ അങ്ങനെയല്ല. വെനമസ് ആണെങ്കിലും ടോക്സിക് ആണ് വെനം എങ്കിലും വളരെ വേഗത്തിൽ ആൻറ്റിവെനം ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവാറില്ല. പിന്നെ മൂർഖൻ പത്തിയെടുത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ എന്താണോ ചലിക്കുന്നത് അതാണത് ഫോക്കസ് ചെയ്യുന്നത്. കാരണം പാമ്പുകളെന്ന് പറയുന്നത് ബ്ലേഡ് വിഷനാണ്. ഇവർക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷനില്ല. രാജവെമ്പാലയ്ക്ക് ഇച്ചിരി കൂടെ ക്ലിയറാണ്, പക്ഷേ മറ്റു പാമ്പുകൾക്ക് അത്ര ക്ലിയർ അല്ല. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ അനങ്ങുന്നതാണിത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നിൽ ഇതിങ്ങനെ അനങ്ങുമ്പോൾ നമ്മൾ പുറകെ കൂടി വന്ന് എന്ത് ചെയ്താലും മൂർഖൻ അത് അങ്ങനെ കാര്യം ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് അതിൻ്റെ പത്തിയുടെ പുറകിലൊക്കെ ഉമ്മ വയ്ക്കുന്നതായിട്ട് കാണിക്കുക. പക്ഷേ അതെല്ലാം വളരെ ഡേഞ്ചറാണ്. നമ്മുടെ സുരക്ഷ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മൾ ശാസ്ത്രീയമായിട്ടിത് ചെയ്യുമ്പോൾ ഇപ്പോൾ ആരും അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. ശരിക്കും ഒത്തിരി അധികം ഇതൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും അത്യാവശ്യം സേഫായിട്ട് തന്നെയാണ് നമ്മുടെ ട്രെയിനിങ് കൊടുക്കുന്നവരും അല്ലാത്തവരെല്ലാവരും റെസ്ക്യൂ ചെയ്യുന്നത് നമ്മുടെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ്. വേറെ പാമ്പിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. നല്ല രീതിയിലുള്ള റെസ്ക്യൂ നടക്കുന്നുണ്ട്. ഈ വെനമസായ പാമ്പും അല്ലാതെ വിഷം ഇല്ലാത്ത പാമ്പും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അത് നമുക്ക് കേരളത്തിലാകെ 4 പാമ്പുകളേ ഉള്ളൂ വെനമസായിട്ടുള്ള. ബിഗ് 4 എന്ന് പറയുമ്പോൾ 1 സ്പെക്ടക്കിൾഡ് കോബ്ര, 2 റസൽസ് വൈപ്പർ എന്ന് പറയുന്ന അണലി, 3 കോമൺ ക്രേറ്റ് എന്ന് പറയുന്ന വെള്ളിക്കിട്ടൻ, ശംഖുവരയൻ, 8 വീരൻ എന്നൊക്കെ പറയുന്നത്, 4 സോസ്കെയിൽഡ് വൈപ്പർ എന്ന് പറയും, ഈർച്ചവാളൻ, ശൽക്ക അണലി എന്ന് പറയും. അണലിയുടെ തന്നെ ഒരു ഫാമിലിയാണ്. അപ്പോൾ ഇവർ 4 ബിഗ് 4-ലുള്ളത്. ഇവർ 4 പേരിൽ പിന്നെ അല്ലാതെ വരുന്നത് അണലിയുടെ തന്നെ കുറച്ച് വകഭേദങ്ങളുണ്ട്. ഹംബനോസ്ഡ്, പിറ്റ് വൈപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട്, മീൻസ് മുഴമൂക്കൻ, കുഴിമണ്ഡലി, ചുരുട്ടമണ്ഡലി എന്ന് പറഞ്ഞിട്ട് കുറേ കളേഴ്സിൽ ചേഞ്ചസ് ഉള്ള ഒരു അണലിയുടെ തന്നെ കുറേ വകഭേദങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇവർ ഇത്രയും പേരാണ് നമുക്ക് വെനമസ്. ഇവർ 4 പേരെ മാത്രം പേടിച്ചാൽ മതി. ഇതിനും മുകളിലാണ് കിങ് കോബ്ര. നമുക്ക് കിങ് കോബ്രയ്ക്ക് ആൻറ്റിവെനം ഇല്ല.
കിങ് കോബ്ര കടിച്ചു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റിനുള്ളിൽ മരിച്ചു പോകും. നമുക്കതിൽ വേറെ പ്രതിവിധിയൊന്നുമില്ല. ബൈറ്റ് കിട്ടിയാൽ ഷുവറായിട്ട് മരിക്കും. കാരണം ഇന്ത്യയിൽ ആൻറ്റിവെനം ഇല്ല, തായ്ലൻഡിലുണ്ട് ആൻറ്റിവെനം, നമുക്ക് ഇന്ത്യയിൽ ആൻറ്റിവെനം എടുക്കുന്നില്ല. അപ്പോൾ ബൈറ്റ് ഉണ്ടാവാറില്ല, അതാണ് അതിന് പ്രധാന കാരണം. കാരണം കിങ് കോബ്ര എന്ന് പറഞ്ഞാൽ ഉൾവനങ്ങളിൽ താമസിക്കുന്നതാണ്, അത് പുറത്തോട്ട് ഇറങ്ങി വരാൻ താല്പര്യമില്ലാത്ത പാമ്പാണ്, ഇച്ചിരി ഒരു ഷൈ ആയിട്ടുള്ള പാമ്പാണ്. അപ്പോൾ ബൈറ്റ് നമുക്ക് വളരെ കുറവാണ്. കിങ് കോബ്ര ബൈറ്റ് ചെയ്തിട്ടുള്ള മരണം കുറവാണ്. എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെ ഒരു 2-3 എങ്ങാണ്ടേ ഉള്ളൂ മരണം. അതിലൊരെണ്ണം കേരളത്തിലാകെ ഉള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. സൂവിൽ ഒരാൾ രാജവെമ്പാലയെ നോക്കുന്ന ആൾ മരിച്ച ഒരു സംഭവം. അപ്പോൾ അതുകൊണ്ട് ഇവർ 4 പേര് ഇത് ഇത്രയാണ് നമുക്ക് വെനമസ്. ബാക്കി എല്ലാം നോൺ വെനമസാണ്. ബാക്കി എല്ലാ പാമ്പുകളും നോൺ വെനമസാണ്. നമുക്ക് തിരിച്ചറിയാൻ അണലിയെ പോലെ ഇരിക്കുന്ന നോൺ വെനമസ് ആയിട്ടുള്ള പാമ്പൊന്നുമില്ല. പിന്നെ മൂർഖനും ചേരയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെയാണ്, ആ തലയുടെ ഒരു വ്യത്യാസം വരും. പിന്നെ കോമൺ ക്രെയ്റ്റും നമ്മുടെ റസൽസ് വുൾഫ് എന്ന് പറയുന്ന വെള്ളിവരയൻ ചുരുട്ട എന്ന് പറയുന്ന സാധനമുണ്ട്, അതും അവർ രണ്ടുപേരെയും കാണാൻ ഏകദേശം ഒരുപോലെയാണ്. ബ്ലാക്കിൽ വൈറ്റ് കളർ ലൈൻസ് ഉണ്ട്. അത് നമ്മൾ തലയുടെ ഷേപ്പ്, ആ ലൈൻസിൻ്റെ വ്യത്യാസമൊക്കെ നോക്കിയാണ് റെസ്ക്യൂവേഴ്സിന് മനസ്സിലാവുന്നത്. ബാക്കിയെല്ലാം നമ്മുടെ നീർക്കോലി, ചേര, പിന്നെ വില്ലൂന്നി, കൊമ്പേറി എന്ന് പറയുന്നത്, ചുരുട്ട, പല ടൈപ്പ് ചുരുട്ടയുണ്ട്. മൂവരയും ചുരുട്ട, സാധാരണ ചുരുട്ട, അങ്ങനെ ഒരുപാടുണ്ട്. കുക്രി എന്ന് പറയുന്ന സ്നേക്സ് പറയുന്നുണ്ട്. ഇതെല്ലാം നോൺ വെനമസാണ്. ഇനി പബ്ലിക് അവയർനെസ്സിന് വേണ്ടി ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിലൊരു പാമ്പിനെ കണ്ടു, എന്നാൽ എന്ത് ചെയ്യണം? അതിനെ തൊടരുത്, നിങ്ങളുടെ ആദ്യം ബന്ധപ്പെടണം, അങ്ങനെയാണ്? അതെ, നമ്മൾ വീട്ടിനകത്തോ പുറത്തോ പെട്ടെന്നൊരു പാമ്പിനെ കാണുവാണെങ്കിൽ ആദ്യം 4 കാലിൽ ഓടാതെ ഇത് എവിടെ കയറിയിരിക്കുന്നു എന്നൊന്ന് ഒരു ജസ്റ്റ് നമ്മളതൊന്ന് വാച്ച് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവണം. ഇത് വാല് കണ്ട പല്ലിയുടെ വാലാണോ പാമ്പിൻ്റെ വാലാണോ എന്ന് നോക്കാറില്ല, അതിന് മുമ്പ് ഓടുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അരണയായിരിക്കും, വിളിച്ച് നമ്മൾ പോയി നോക്കുമ്പോൾ അരണയായിരിക്കും, വലിയ അരണയുണ്ട്, അതിൻ്റെയൊക്കെ വാല് കണ്ടിട്ടാണ് പാമ്പെന്ന് പറയുന്നത്. അപ്പോൾ ഇത് പാമ്പാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് അത് എങ്ങോട്ട് പോകുന്നു, അതെവിടെ കയറിയിരിക്കുന്നു, ഇതൊന്ന് നോക്കിയാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മളെ വിളിച്ചറിയിക്കാം. അതിനാണ് ഈ സർപ്പയുടെ ആപ്ലിക്കേഷനകത്ത് കേരളത്തിലെ തന്നെ വോളണ്ടിയേഴ്സിൻ്റെ നമ്പേഴ്സുണ്ട്, ഓഫീസേഴ്സിൻ്റെ നമ്പേഴ്സുണ്ട്, വനം വകുപ്പിലെ നമ്പറുണ്ട്, RRT, പിന്നെ കൺട്രോൾ റൂം, ഇങ്ങനെ ഒത്തിരി നമ്പേഴ്സ് അതിൽ കിടപ്പുണ്ട്. ആ നമ്പറിൽ തൊട്ടടുത്തുള്ള ആളുടെ നമ്പറായിരിക്കും ആദ്യം കിടക്കുന്ന വോളണ്ടിയറുടെ. ആ നമ്പറിൽ വിളിച്ചറിയിച്ചാൽ അവരപ്പോൾ തന്നെ വന്ന് റെസ്ക്യൂ ചെയ്യും. അല്ലെങ്കിൽ നമുക്കതിൽ റിപ്പോർട്ട് ചെയ്യാം. ഈ ഒരു ഫോട്ടോ എടുത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ലൊക്കേഷൻ സഹിതം നമുക്കെല്ലാം നോട്ടിഫിക്കേഷൻ വരും. ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു പാമ്പിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ലൊക്കേഷൻ സഹിതം വരും. അപ്പോൾ അത് കാണുന്ന വോളണ്ടിയർ ആരാണോ ആദ്യം കാണുന്നത്, അത് ആർക്കാണോ ഏറ്റവും അടുത്ത് ആ ആൾ പോയി അത് നോക്കിയിട്ട് റെസ്ക്യൂ ചെയ്ത് കൊടുക്കും. അതാണ് ചെയ്യാനുള്ളത്. അല്ലാതെ ഇന്നലെ പാമ്പിനെ കണ്ടിട്ട് ഇന്നായിരിക്കും പറയുന്നത് ഇന്നലെ ഇവിടെ എവിടെയോ ഒരു പാമ്പുണ്ടായിരുന്നു, അത് കണ്ടു, അത് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, വന്നൊന്ന് നോക്കി കണ്ടുപിടിക്കാം. ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇന്നലെ എന്നല്ല, 1 മണിക്കൂർ മുന്നേ കണ്ടു, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മുന്നേ കണ്ടു, പിന്നെ എങ്ങോട്ട് പോയി എന്ന് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ആ പാമ്പിനെ കിട്ടൂല. അത് നമുക്കത് എക്സ്പീരിയൻസ്ഡ് ആണ്, നമുക്കറിയാം അത് കിട്ടൂല എന്ന്. അല്ലെങ്കിൽ അവർ കൃത്യമായിട്ട് ആ സ്ഥലം, അത് കയറിയിരിക്കുന്ന സ്ഥലം കാണിച്ചു തരണം. ഇവിടെ ഉണ്ട്, അവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാം. നമ്മൾ ലൈവായിട്ട് കണ്ടാൽ മാത്രമേ കിട്ടുള്ളൂ. കാരണം ഈ പാമ്പുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ എലിയുടെ മാളങ്ങളിൽ ആണ് താമസിക്കുന്നത്. അപ്പോൾ എലിയുടെ ഒരു മാളം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹോളുണ്ടെങ്കിൽ അടുത്ത ഹോളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 കിലോമീറ്റർ അപ്പുറത്ത് അടുത്ത പറമ്പിലായിരിക്കും അതിൻ്റെ തുറക്കുന്നത്, നെക്സ്റ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത്. ഇതുവഴി കയറി അതുവഴി ആയിരിക്കും ഇറങ്ങിപ്പോകുന്നത്. അപ്പം നമുക്ക് ചെന്നിട്ട് ഇതെല്ലാം ഇടിച്ചു പൊളിച്ച് ഇങ്ങനെ കംപ്ലീറ്റ് നോക്കിയെടുക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയൊരു ഭാഗം കല്ലുകെട്ടാണ് ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് പൊളിച്ച് നോക്കിയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഈ വിശ്വാസത്തിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് എനിക്കറിയാം റോഷ്നി ഒരു ശിവഭക്തയാണെന്നൊക്കെ അറിയാം. എന്തായാലും ചോദിക്കട്ടെ, ഈ പാല് കൊടുക്കാറുണ്ട്, പഴം കൊടുക്കാറുണ്ട്, മഞ്ഞപ്പൊടി നേദിക്കാറുണ്ട്, ഇപ്പോൾ മഞ്ഞപ്പൊടി നേദിക്കാറുണ്ട്. അപ്പോൾ ഈ എന്താണ് പാമ്പിൻ്റെ ഭക്ഷണ രീതി? പാല് കുടിക്കാറുണ്ടോ? മുട്ട കഴിക്കാറുണ്ടോ? കാട്ടിക്കിടക്കുന്ന പാമ്പെങ്ങനെ പാല് കുടിക്കാനാണ്? പാമ്പ് കഴിക്കുന്നത് എന്തുവാണ്? രാജവെമ്പാലയാണെങ്കിൽ മൂർഖൻ പാമ്പിനെയാണ് കഴിക്കുന്നത്, ചേരയൊക്കെയാണ് മറ്റു പാമ്പുകളാണ് രാജവെമ്പാലയുടെ ആഹാരം. മൂർഖൻ പാമ്പാണെങ്കിൽ എലി, തവള, ഇതൊക്കെയാണ് അത് കഴിക്കുന്നത്. മറ്റു പാമ്പുകൾ, ചെറിയ പാമ്പുകൾ, ഇപ്പോൾ ചുരുട്ടയൊക്കെ അടുക്കളയിൽ കറി വരുന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞു പാറ്റ, പല്ലി, ഇതുപോലെയുള്ള സാധനങ്ങളെയൊക്കെ പിടിക്കാനാണ്. പിന്നെ നമ്മുടെ പുരാതന കാലം മുതൽക്കേ നമ്മൾ ആരാധിച്ച് വരുന്ന നമ്മളുടെ കാണപ്പെട്ട ദൈവമാണ് ഹിന്ദുക്കളുടെ സർപ്പം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ആരാധിക്കുന്നുണ്ട്, ഞാൻ ഉൾപ്പെടെയുള്ള ഹിന്ദുക്കൾ ആരാധിക്കുന്നുണ്ട്.
നമ്മൾ നേരിട്ട് കാണുന്നതാണ്. വേറെ ദൈവങ്ങളെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. എല്ലാം നമുക്ക് വരച്ചു തന്ന രൂപങ്ങളിൽ നമ്മൾ ആരാധിക്കുന്നുണ്ട്. പക്ഷേ സർപ്പം എന്ന് പറയുന്നത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നതാണ്. അവിടെ പോയി മഞ്ഞപ്പൊടിയും പാലും ഇതെല്ലാം കൊടുത്തിട്ട് എന്ത് ചെയ്യും, പുറത്ത് വന്ന് അതിനെ തല്ലിക്കൊല്ലും. ആ ഒരു ലോജിക്കാണ് പലപ്പോഴും മനസ്സിലാവാത്തത്. അമ്പലത്തിൽ പോയി ആയില്യത്തിന് പോയി ആരാധിച്ച് എല്ലാം ചെയ്തിട്ട് വീട്ടിൽ വന്നിട്ട് മൂർഖപ്പാമ്പിനെ കാണുമ്പോഴത്തേക്ക് അയ്യോ പാമ്പ് കയറി വന്നു എന്ന് പറഞ്ഞ് അടിച്ചു കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് പിന്നെ വല്ല കാര്യമുണ്ടോ? പക്ഷേ ആ ഒരു രീതി ഇപ്പം മാറുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. ആരാധനയോട് നമുക്കതിൽ വേറെ ഒന്നും പറയാനില്ല. കാരണം ഇതെല്ലാം നമ്മൾ പണ്ട് മുതലേ ആരാധിച്ച് വരുന്നതാണ്. പിന്നെ പാമ്പിൻ്റെ ഭക്ഷണം ഇതാണ്. നമ്മുടെ വന്യജീവികൾ പുറത്തിറങ്ങുന്നതിനെ എല്ലാം തിരികെ റെസ്ക്യൂ ചെയ്ത് വനത്തിൽ വിടുക എന്നുള്ളതാണ് നമ്മുടെ RRTയുടെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് RRTകൾ രൂപീകരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അറിയാമല്ലോ, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഒത്തിരി മൃഗങ്ങൾ നമ്മൾ പണ്ട് സൂയിൽ പോയി കാണുന്ന പല മൃഗങ്ങളും പലതല്ല, അവിടെയുള്ള ഏകദേശം അത്യാവശ്യം എല്ലാം നമ്മുടെ നാട്ടിൻപുറത്ത് ഇപ്പോൾ ഉണ്ട്. മുള്ളമ്പന്നി, മരപ്പട്ടി, മാന്, മയിൽ, മൂങ്ങ തുടങ്ങി എല്ലാ മൃഗങ്ങളും ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം എന്തുവാണ് വളരെ സേഫായിട്ട് തിരിച്ച് വനത്തിനുള്ളിൽ കൊണ്ടുവിടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. ആന ഇറങ്ങുന്നുണ്ട്, കാട്ടുപോത്ത് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഞാൻ റെസ്ക്യൂ ചെയ്യും. മരപ്പട്ടിയെ പിടിക്കാറുണ്ട്, മുള്ളമ്പന്നിയെ പിടിക്കാറുണ്ട്, പിന്നെ മാന്, മയിൽ, മൂങ്ങ, കുരങ്ങ് എല്ലാം അത്യാവശ്യം എല്ലാം ഞാൻ പിടിക്കാറുണ്ട്. പിന്നെ ആന ഓടിക്കാൻ പോകാറുണ്ട്, കാട്ടുപോത്തിനെ ഓടിക്കാൻ പോകാറുണ്ട്. ഒക്കെ രാത്രിയായിരിക്കും കൂടുതലും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ വിളിച്ചില്ലെങ്കിലാണ് ഞാൻ പരാതി പറയുന്നത്. ഞാൻ ഓഫീസിലായാലും പലപ്പോഴും ഞാൻ പരാതി പറയും. നമ്മുടെ ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ ഓഫീസിൽ, അപ്പോൾ ഓരോ ഡ്യൂട്ടി നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പോകുന്ന ദിവസം നൈറ്റ് ഞാൻ കാണൂലായിരിക്കും. അപ്പോൾ ഞാൻ പറയും എന്നെ വിളിച്ചില്ലല്ലോ എന്ന് ഞാൻ സങ്കടം പറയും. കാരണം ഞാൻ അത്രയും അത് താല്പര്യത്തോടെ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് ചിലപ്പോൾ വിഷമം തോന്നും. ഞാൻ ഡ്യൂട്ടി ചെയ്തിട്ട് പോയതുകൊണ്ടായിരിക്കും എന്നെ വിളിക്കാത്തത്. പക്ഷേ എനിക്കത് കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. അയ്യോ ഞാൻ ഇല്ലായിരുന്നല്ലോ ആ സംഭവത്തിൽ എന്നെനിക്ക് തോന്നാറുണ്ട്. കാരണം അത്രയ്ക്കും ഞാൻ ചെയ്യുന്ന ജോലിയോട് എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ്. പക്ഷേ ഞങ്ങളൊരു വന്യജീവിയെ കാണുമ്പോഴോ പാമ്പിനെ കാണുമ്പോഴോ റെസ്ക്യൂവേഴ്സിനെ വിളിക്കുന്നത് അതിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. റോഷ്നിയുടെ ആംഗിളിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ വന്യജീവികളെ മനുഷ്യരിൽ നിന്ന് രക്ഷിക്കുകയാണോ, മനുഷ്യരെ വന്യജീവിയിൽ നിന്ന് രക്ഷിക്കുക? രണ്ടുമുണ്ട്. വന്യജീവിയെ രക്ഷിക്കണം. കാരണം അത് വന്യജീവികളെന്ന് പറയുന്നത് നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ എത്രത്തോളം അവകാശമുണ്ടോ അതുപോലെ ഓരോ ജീവിക്കുമുണ്ട്. അതിപ്പോൾ പാറ്റയായാലും കുരങ്ങായാലും കരടിയായാലും എല്ലാ ജീവികൾക്കും അതിൻ്റേതായ ഒരു റോള് കൊടുത്തിട്ടാണ് ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവും ഇല്ലാതെ ഒരെണ്ണത്തിനെ കൊല്ലാനുള്ള ഒരിത് നമുക്കാരും തന്നിട്ടില്ല ലൈസൻസ്. ഇപ്പോൾ പ്രകൃതി എന്ന് പറയുന്നത് ഇവരെല്ലാവരും കൂടി ചേരുമ്പോഴാണ് പ്രകൃതി ഉണ്ടാകുന്നത്. അപ്പം പ്രകൃതിക്ക് സത്യം പറഞ്ഞാൽ വേണ്ടാത്തത് മനുഷ്യനെയാണ്. മനുഷ്യനെ കൊണ്ട് പ്രകൃതിക്ക് ഒരു ഗുണവുമില്ല. നമ്മുടെ പ്രകൃതിയിൽ മനുഷ്യനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് ആവശ്യം? ഒരു ആവശ്യവുമില്ല. പക്ഷേ നമുക്ക് പ്രകൃതിയെ വേണം. നമുക്കതില്ലാതെ ഇപ്പം കാറ്റും മഴയും വെളിച്ചവും വെയിലും ഒന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളില്ലെങ്കിലും പ്രകൃതി അങ്ങനെ തന്നെ പോകും. അപ്പോൾ അവരെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ഒരു ഫുൾ ഇതാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തൊരു ജീവിക്കുന്ന ഒരു ജീവിയെ അനാവശ്യമായി അകാരണമായി ഉപദ്രവിക്കേണ്ട ഒരു ഡ്യൂട്ടി നമുക്കില്ല. അത് നമ്മുടെ ജോലിയല്ല. പിന്നെ ഇവരെത്തിപ്പെടുന്നത് വന്യജീവികളെല്ലാം പുറത്ത് വരുന്നത് എന്തുകൊണ്ടാണ്? ഇവർക്കെല്ലാം ആവശ്യം ഫുഡും ഷെൽട്ടറുമാണ്. എല്ലാ വന്യമൃഗങ്ങൾക്കും ആവശ്യം ആഹാരവും താമസിക്കാൻ ഒരിടവുമാണ്. അല്ലാതെ അവർക്ക് ജോലിക്ക് പോകണ്ട, പിള്ളേരെ നോക്കണമെന്നില്ല. നോക്കുന്ന മൃഗങ്ങളുണ്ട്, എന്നാലും അവർ നമ്മളെപ്പോലെ അങ്ങനെ നോക്കുന്നില്ലല്ലോ. അപ്പോൾ വേറെ ഒരു ഇതുമില്ല. അവർക്ക് ആഹാരം കഴിക്കണം, താമസിക്കണം, ഇതാണ് അവരുടെ ആവശ്യം. ഇത് രണ്ടും ഇല്ലാതാവുമ്പോഴാണ് പുറത്തോട്ട് വരുന്നത്. ഇത് രണ്ടും ഇല്ലാതാവാൻ ഒരു കണക്കിന് നമ്മളും കൂടി കാരണക്കാരാണ്. അല്ലാതെ അവർ മാത്രം വിചാരിച്ചിട്ടല്ലല്ലോ അതൊന്നും ഇല്ലാതാകുന്നത്. വനത്തിനുള്ളിൽ ഭക്ഷണം ഇല്ലാതാവുമ്പോഴാണ് ഇവരെല്ലാം പുറത്ത് വരുന്നത്. വലിയ മൃഗങ്ങൾക്ക് ചെറിയ മൃഗങ്ങൾ, ഇപ്പോൾ കടുവ, പുലി എല്ലാം നാട്ടിൻപുറത്ത് ഇറങ്ങുന്നുണ്ട്. ഇതിന് കാരണം അവർക്ക് കഴിക്കാനുള്ള മാന്, മയതുപോലെയുള്ള കാട്ടുപന്നി ഇപ്പം മുഴുവനും നാട്ടിൻപുറത്താണ്. കാട്ടിലില്ല ശരിക്കും. ഈ കാട്ടുപന്നിയും പെരുമ്പാമ്പും പ്രേയും പ്രഡേറ്ററുമാണ്. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുന്ന ആൾക്കാരാണ്. ഈ കാട്ടുപന്നി നാട്ടിൻപുറത്ത് ഇഷ്ടം പോലെയുണ്ട്, പെരുമ്പാമ്പ് നാട്ടിൻപുറത്ത് ഇഷ്ടം പോലെയുണ്ട്. ഇവർക്കിവിടെ ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കാൻ ഇവർക്ക് ഫുഡുണ്ട്. താമസിക്കാൻ കാടിനേക്കാൾ വലിയ കാട് നാട്ടിൻപുറത്തുണ്ട്. അപ്പോൾ അവർക്ക് താമസിക്കാനും സുഖമാണ്. തോടുകളും അരുവിയും എല്ലാം ഉണ്ട്.
അപ്പോൾ വനത്തിൽ പോകേണ്ട ആവശ്യമില്ല. ശരിക്കും 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്ന ആളിനെ കൊണ്ട് തട്ടുകടയിൽ നിർത്തിയാലും നിൽക്കില്ല എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. ഇവിടെ നിന്ന് നമ്മൾ പിടിച്ച് വനത്തിൽ കൊണ്ട് വിട്ടാലും അവർ തിരിച്ചു വരുന്നതിനുള്ളൊരു റീസൺ അതാണ്. ഇവിടെ പൂച്ചയുണ്ട്, കോഴിയുണ്ട്, പന്നി ഫാമുകൾ ഇഷ്ടംപോലെയുണ്ട്, കോഴി ഫാം ഇഷ്ടം പോലെയുണ്ട്, പിന്നെ തെരുവ് പട്ടികൾ പോലെ പട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ മതി പെരുമ്പാമ്പിന്. ഒരു പട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് പിന്നെ ആളിന് വേറൊന്നും വേണ്ട. അപ്പോൾ അവർക്ക് ജീവിക്കാൻ സുഖമാണ്. പക്ഷേ കാട്ടിൽ എത്ര നടന്നാലാണ് ഇതുപോലൊരു സാധനത്തിനെ കിട്ടുന്നത്? പാമ്പ് എത്ര ദൂരെ ഇഴഞ്ഞാൽ കിട്ടും. പണ്ടൊക്കെ ചെറിയ കാട്ടുമുയൽ പോലെയൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ കുറവായിരിക്കണം, അതുകൊണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ അടുത്തെത്തുന്ന അവരെത്തിപ്പെടുന്നതാണ്. അപ്പോൾ ആദ്യം അവരുടെ സേഫ്റ്റി നോക്കണം, പിന്നെ നമ്മുടെ സേഫ്റ്റി നോക്കണം. പലരും പറയാറുണ്ട് മനുഷ്യനേക്കാൾ വലിയ വിലയാണോ മൃഗത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ പറയില്ല. രണ്ടുപേർക്കും ഒരേ വില തന്നെയാണ്. മനുഷ്യൻ്റെ ജീവനായാലും മൃഗത്തിൻ്റെ ജീവനായാലും ഒരുപോലെ തന്നെയാണ്. അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ നമ്മളെന്ത് വേണം, ഇപ്പോൾ ആനയായാലും കാട്ടുപോത്തായാലും ഇവർക്കെല്ലാം ഒരു സേഫ്റ്റി ബബിളുണ്ട്, അവരൊരു സേഫ് സോണുണ്ട്. അതിനുള്ളിൽ നമ്മൾ കടന്നാൽ മാത്രമാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫുഡിന് വേണ്ടി അറ്റാക്ക് ചെയ്യണം. ഈ 2 കാര്യങ്ങളിൽ മാത്രമാണ് അവർ അറ്റാക്ക് ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതിനെ വേദനിപ്പിക്കുമ്പോൾ അത് കടിക്കുന്നു. അതുപോലെ ആനയുടെ അടുത്ത് അതിനൊരു സേഫ്റ്റി ബബിൾ ആന മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിനുള്ളിൽ നമ്മൾ എത്തും എന്നറിയുമ്പോൾ ആന തിരിച്ചെടുക്കും. കാട്ടുപോത്തായാലും അങ്ങനെയാണ്. നമ്മൾ അതിനുള്ളിലോട്ട് എത്തുമെന്നും അതിന് തോന്നുമ്പോഴാണത് തിരിച്ച് നമ്മളെ ഇങ്ങോട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാ ജീവികളും. അവരെ ഉപദ്രവിക്കും എന്ന് അവർക്ക് തോന്നുമ്പോഴാണ് അവർ നമ്മളെ തിരിച്ച് ഉപദ്രവിക്കുന്നത്. പക്ഷെ മനുഷ്യനൊരിക്കലും അങ്ങനെയല്ല. റോഷ്നി ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ബീറ്റ് ഓഫീസറായിട്ടുള്ള റോഷ്നി മാത്രമല്ല, റോഷ്നി സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്താണ് സ്വപ്നം ഇനി മുന്നോട്ടുള്ള? സ്വപ്നമൊന്നുമില്ല. ഇതൊക്കെ വളരെ അപ്രതീക്ഷിതമായാണ് ഇത് തന്നെ കിട്ടിയത്. അതുപോലെ അങ്ങനെ എന്തുവാണ്, ജോലി ചെയ്യണം. എൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യണം. ഒന്നും വേണ്ട, എന്നെ ഉപദ്രവിക്കരുത്, അത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ. എൻ്റെ ഡ്യൂട്ടി ഞാൻ വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. എന്നെക്കുറിച്ച് അങ്ങനെ ഒരു പരാതിയോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിക്കലോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ അറിയാത്ത കാര്യങ്ങളിൽ മാത്രമാണ് ഇല്ലാത്ത കാര്യങ്ങളിലാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്. അല്ലാതെ ഞാൻ ചെയ്ത കാര്യത്തിലോ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും പോരായ്മ കൊണ്ടോ എനിക്കൊരു രീതിയിലുള്ളൊരു ഇതുവരെയും വന്നിട്ടില്ല. ഈ 8 വർഷത്തിനിടയിൽ ഇതുവരെയും വന്നിട്ടില്ല. ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടോ, കാരണം ഞാൻ ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് തരാത്തതിൻ്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകണം തന്നെയാണ് ആഗ്രഹം. പിന്നെ ഒരു റേഞ്ച് ഓഫീസർ ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെ കിട്ടണമെന്ന് പ്രതീക്ഷയൊന്നുമില്ല, അങ്ങനെ അത് കിട്ടുമെന്നൊന്നും വലിയ പ്രതീക്ഷയില്ല. ഇത് മതിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ സന്തോഷമായിട്ട് അങ്ങ് പോകും. ഈ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളോട് എന്താ പറയാനുള്ളത്? പെൺകുട്ടികളോട് എനിക്ക് ശരിക്കും ഒരുപാട് പിള്ളേർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ഇടും, മാഡത്തിനെ കണ്ട് ഭയങ്കര ഇൻസ്പിറേഷനാണ്, നമുക്ക് ഈ ജോലി എങ്ങനെ കിട്ടും, എന്ത് പഠിച്ചാൽ കിട്ടും എന്നൊക്കെ ചോദിക്കുക. അവരോടൊക്കെ എന്തുവാണ്, നമ്മുടെ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ജോലിയും ചെയ്യാം. അതിപ്പം എന്തായാലും കുഴപ്പമില്ല. ഞാനെന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും എൻഗേജ്ഡ് ആയിരിക്കണം എന്ന് ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് വെറുതെ ഇരിക്കുന്നതിനോട് എനിക്കൊരു ഇഷ്ടമല്ല. എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, അങ്ങനൊരു ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്കൊക്കെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയാണ്. എന്നാൽ പോലും നമുക്കങ്ങനെ ഭയങ്കര പണി, അങ്ങനെ എടുപ്പത് പണി അങ്ങനെയൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം ജോലിയുണ്ട്, നമുക്ക് വരുന്ന ഡ്യൂട്ടി നമ്മൾ കറക്റ്റായി ചെയ്യുന്നുണ്ട്. അപ്പോൾ വരുന്നവരോട് വരട്ടെ, എല്ലാവരും വരണമല്ലോ. നമുക്ക് ജെൻഡർ ഇക്വാലിറ്റി ഉണ്ട്. ഈ വെനമസായ പാമ്പും അല്ലാതെ വിഷം ഇല്ലാത്ത പാമ്പും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അത് നമുക്ക് കേരളത്തിലാകെ 4 പാമ്പുകളേ ഉള്ളൂ വെനമസ് ആയിട്ടുള്ള. ബിഗ് 4 എന്ന് പറയുമ്പോൾ 1 സ്പെക്ടക്കിൾഡ് കോബ്ര, 2 റസൽസ് വൈപ്പർ എന്ന് പറയുന്ന അണലി, 3 കോമൺ ക്രെയ്റ്റ് എന്ന് പറയുന്ന വെള്ളിക്കിട്ടൻ, ശംഖുവരയൻ, 8 വീരൻ എന്നൊക്കെ പറയുന്നത്, 4 സോസ്കെയിൽഡ് വൈപ്പർ എന്ന് പറയും, ഈർച്ചവാളൻ, ശൽക്ക അണലി എന്ന് പറയും. അണലിയുടെ തന്നെ ഒരു ഫാമിലിയാണ്. അപ്പോൾ ഇവർ 4 ബിഗ് 4-ലുള്ളത്. ഇവർ 4 പേരിൽ പിന്നെ അല്ലാതെ വരുന്നത് അണലിയുടെ തന്നെ കുറച്ച് വകഭേദങ്ങളുണ്ട്. ഹമ്പ് നോസ്ഡ് പിറ്റ് വൈപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട്, മീൻസ് മുഴമൂക്കൻ, കുഴിമണ്ഡലി, ചുരുട്ടമണ്ഡലി എന്ന് പറഞ്ഞിട്ട് കുറേ കളേഴ്സിൽ ചേഞ്ചസ് ഉള്ള ഒരു അണലിയുടെ തന്നെ കുറേ വകഭേദങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇവർ ഇത്രയും പേരാണ് നമുക്ക് വെനമസ്. ഇവർ 4 പേരെ മാത്രം പേടിച്ചാൽ മതി. ഇതിനും മുകളിലാണ് കിങ് കോബ്ര. നമുക്ക് കിങ് കോബ്രയ്ക്ക് ആൻറ്റിവെനം ഇല്ല. കിങ് കോബ്ര കടിച്ചു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റിനുള്ളിൽ മരിച്ചു പോകും. നമുക്കതിൽ വേറെ പ്രതിവിധി ഒന്നുമില്ല. ബൈറ്റ് കിട്ടിയാൽ ഷുവറായിട്ട് മരിക്കും.
കാരണം ഇന്ത്യയിൽ ആൻറ്റിവെനം ഇല്ല, തായ്ലൻഡിലുണ്ട് ആൻറ്റിവെനം, നമുക്ക് ഇന്ത്യയിൽ ആൻറ്റിവെനം എടുക്കുന്നില്ല. അപ്പോൾ ബൈറ്റ് ഉണ്ടാവാറില്ല, അതാണ് അതിന് പ്രധാന കാരണം. കാരണം കിങ് കോബ്ര എന്ന് പറഞ്ഞാൽ ഉൾവനങ്ങളിൽ താമസിക്കുന്നതാണ്, അത് പുറത്തോട്ട് ഇറങ്ങി വരാൻ താല്പര്യമില്ലാത്ത പാമ്പാണ്, ഇച്ചിരി ഒരു ഷൈ ആയിട്ടുള്ള പാമ്പാണ്. അപ്പോൾ ബൈറ്റ് നമുക്ക് വളരെ കുറവാണ്, കിങ് കോബ്ര ബൈറ്റ് ചെയ്തിട്ടുള്ള മരണം കുറവാണ്. നമുക്ക് എനിക്കൊന്നും ലോകത്ത് തന്നെ ഒരു 2-3 അങ്ങോട്ടേ ഉള്ളൂ മരണം. അതിലൊരെണ്ണം കേരളത്തിലാകെ ഉള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്, സൂവിൽ ഒരാൾ രാജവെമ്പാലയെ നോക്കുന്ന ആൾ മരിച്ച ഒരു സംഭവം. അപ്പോൾ അതുകൊണ്ട് ഇവർ 4 പേര് ഇത് ഇത്രയാണ് നമുക്ക് വെനമസ്, ബാക്കി എല്ലാം നോൺ വെനമസ് ആണ്. ബാക്കി എല്ലാ പാമ്പുകളും നോൺ വെനമസ് ആണ്. നമുക്ക് തിരിച്ചറിയാൻ അണലിയെ പോലെ ഇരിക്കുന്ന നോൺ വെനമസ് ആയിട്ടുള്ള പാമ്പൊന്നുമില്ല. പിന്നെ മൂർഖനും ചേരയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെയാണ്, ആ തലയുടെ ഒരു വ്യത്യാസം വരും. പിന്നെ കോമൺ ക്രെയ്റ്റും നമ്മുടെ റസൽസ് വുൾഫ് എന്ന് പറയുന്ന വെള്ളിവരയൻ ചുരുട്ട എന്ന് പറയുന്ന സാധനമുണ്ട്, അതും അവർ രണ്ടുപേരെയും കാണാൻ ഏകദേശം ഒരുപോലെയാണ്. ബ്ലാക്കിൽ വൈറ്റ് കളർ ലൈൻസ് ഉണ്ട്, അത് നമ്മൾ തലയുടെ ഷേപ്പ്, ആ ലൈൻസിൻ്റെ വ്യത്യാസമൊക്കെ നോക്കിയാണ് റെസ്ക്യൂവേഴ്സിന് മനസ്സിലാവുന്നത്. ബാക്കിയെല്ലാം നമ്മുടെ നീർക്കോലി, ചേര, പിന്നെ വില്ലൂന്നി, കൊമ്പേറി എന്ന് പറയുന്നത്, ചുരുട്ട, പല ടൈപ്പ് ചുരുട്ടയുണ്ട്, മൂവരയും ചുരുട്ട, സാധാരണ ചുരുട്ട, അങ്ങനെ ഒരുപാടുണ്ട്. കുക്രി എന്ന് പറയുന്ന സ്നേക്സ് പറയുന്നുണ്ട്. ഇതെല്ലാം നോൺ വെനമസ് ആണ്. റോഷ്നി, ശാസ്ത്രീയമായിട്ടുള്ള പാമ്പ് പിടിക്കൽ മെത്തേഡ്സ് എന്താണ്? നമ്മൾ കാണാറുണ്ട്, പാമ്പ് പിടിക്കുന്നു, അതിന് ഉമ്മ വയ്ക്കുന്നു, കാണികളെ കൊണ്ട് തൊടിയിക്കുന്നു, ഇതൊക്കെ ശാസ്ത്രീയമാണോ? അല്ല, ശരിക്കും അത് ഭയങ്കര അപകടമുള്ള ഒരു കാര്യമാണ്. നമ്മൾ പണ്ട് മുതലേ പാമ്പിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞ് എല്ലാവരുടെ മനസ്സിലും ഒരു ഭയമുണ്ട് പാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നത് ശരിക്കും എന്തുവാണ്, പാമ്പിൻ്റെ ജീവനും രക്ഷിക്കുന്നുണ്ട്, അവിടെ ഒരു മനുഷ്യജീവനും കൂടി നമ്മൾ രക്ഷിക്കുന്നുണ്ട്. ശരിക്കും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു പ്രകോപനം ഉണ്ടാവാതെ അത് നമ്മൾ ഒരിക്കലും ഉപദ്രവിക്കില്ല പാമ്പ്. ഇപ്പോൾ നമ്മൾ അറിയാതെ ചവിട്ടും ചിലപ്പോൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അതിനെ എടുത്തിട്ട് ഉപദ്രവിക്കുമ്പോഴാണ് ശരിക്കും അത് ബൈറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കോബ്ര ഒരിക്കലും ബൈറ്റ് ചെയ്യില്ല. കോബ്ര 2 തരം ബൈറ്റുണ്ട്, വെനം ഇൻജെക്റ്റ് ചെയ്തും ബൈറ്റ് ചെയ്യും, ഡ്രൈ ബൈറ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ട് വെറുതെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പത്തിയെടുത്ത് ഇങ്ങനെ കൊത്തുന്ന പോലെ കാണിക്കുന്നതാണ്, പക്ഷേ അതിലത് വെനം ഇൻജെക്റ്റ് ചെയ്യൂല, അല്ലാതെ വെറുതെ ചെയ്യുന്നതാണ്, ഡ്രൈ ബൈറ്റ് എന്ന് പറയും. അപ്പോൾ ഈ 2 രീതിയിൽ ഇതിന് ബൈറ്റ് ചെയ്യാം. അപ്പോൾ അതിന് അത്രയും ബുദ്ധിമുട്ടുണ്ടായാൽ മാത്രമേ അത് വെനം ഇൻജെക്റ്റ് ചെയ്ത് ബൈറ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അണലി എന്ന് പറയുമ്പോൾ വേറൊരു രീതിയാണ്. ഇപ്പോൾ അണലിയെ നമ്മളെടുത്ത് വെച്ചിട്ട് ഉമ്മ കൊടുക്കുന്നതോ നമ്മളത്രയും തൊടാൻ കൊടുക്കുന്നതോ ഒന്നും ചെയ്യൂല. കാരണം അണലി എന്ന് പറഞ്ഞാൽ അത്രയും ഡേഞ്ചറായിട്ടുള്ള സാധനമാണ്. അണലിയുടെ വാലിൻ്റെ ഭാഗത്ത് നമ്മൾ പോയി നിന്നാലും മതി, ഇതിന് 360 ഡിഗ്രിയിൽ തിരിഞ്ഞു വന്ന് കടിക്കാനുള്ള കഴിവ് അണലിക്കുണ്ട്. പിന്നെ അണലി എണീറ്റ് ചാടി നമ്മളെ കടിക്കും. അപ്പോൾ അണലി നമ്മളധികം റെസ്ക്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ വാലിൽ പോലും അധികം അങ്ങനെ പിടിക്കാറില്ല. എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടുള്ളതിൽ വാവാ സുരേഷൊക്കെയാണ് അണലിയെ കൈകൊണ്ട് അത്ര ഇതായിട്ട് എടുക്കുന്നത്. പുള്ളി അത്രയും എക്സ്പീരിയൻസ്ഡ് ആണ്, അതുകൊണ്ടായിരിക്കണം. ഞാനൊന്നും ഇതുവരെ അണലി അങ്ങനെ പിടിച്ചിട്ടുണ്ട്, വാലിൽ പിടിച്ചിട്ടുണ്ട്, പക്ഷെ അത്ര ഡേഞ്ചറാണ് അണലി എന്ന് പറയുന്നത്. ഏറ്റവും വലിയ വിഷപ്പല്ല് അണലിക്കാനുള്ളത്, നീളം കൂടിയ വിഷപ്പല്ലുള്ളത് അണലിക്കാണ്. കാരണം അത് അത്രയും വലിയ പല്ലാണ്. അത് നമ്മുടെ ഒരു ബൈറ്റിൽ തന്നെ നല്ല വെനം ഉള്ളിൽ കയറാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ നമ്മുടെ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവും. അണലിയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റേണ്ട ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ അത്രയും ടോക്സിക് ആയിട്ടുള്ള, വെനമസ് ആയിട്ടുള്ള, ഡേഞ്ചറായിട്ടുള്ള പാമ്പാണ്. പക്ഷെ മൂർഖൻ അങ്ങനെയല്ല. വെനമസ് ആണെങ്കിലും ടോക്സിക് ആണ് വെനം എങ്കിലും വളരെ വേഗത്തിൽ ആൻറ്റിവെനം ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവാറില്ല. പിന്നെ മൂർഖൻ പത്തിയെടുത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ എന്താണോ ചലിക്കുന്നത് അതാണത് ഫോക്കസ് ചെയ്യുന്നത്. കാരണം പാമ്പുകളെന്ന് പറയുന്നത് ബ്ലഡ് വിഷനാണ്. ഇവർക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷനില്ല. രാജവെമ്പാലയ്ക്ക് ഇച്ചിരി കൂടെ ക്ലിയറാണ്, പക്ഷേ മറ്റു പാമ്പുകൾക്ക് അത്ര ക്ലിയർ അല്ല. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ അനങ്ങുന്നതാണിത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നിൽ ഇതിങ്ങനെ അനങ്ങുമ്പോൾ നമ്മൾ പുറകെ കൂടി വന്ന് എന്ത് ചെയ്താലും മൂർഖൻ അത് അങ്ങനെ കാര്യം ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് അതിൻ്റെ പത്തിയുടെ പുറകിലൊക്കെ ഉമ്മ വയ്ക്കുന്നതായിട്ട് കാണിക്കുക. പക്ഷേ അതെല്ലാം വളരെ ഡേഞ്ചറാണ്. നമ്മുടെ സുരക്ഷ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മൾ ശാസ്ത്രീയമായിട്ടിത് ചെയ്യുമ്പോൾ ഇപ്പോൾ ആരും അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. ശരിക്കും ഒത്തിരി അധികം നിന്നൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും അത്യാവശ്യം സേഫായിട്ട് തന്നെയാണ് നമ്മുടെ ട്രെയിനിങ് കൊടുക്കുന്നവരും അല്ലാത്തവരെല്ലാവരും റെസ്ക്യൂ ചെയ്യുന്നത് നമ്മുടെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ്. വേറെ പാമ്പിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. നല്ല രീതിയിലുള്ള റെസ്ക്യൂ നടക്കുന്നുണ്ട്. പബ്ലിക് അവയർനെസ്സിന് വേണ്ടി ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിലൊരു പാമ്പിനെ കണ്ടു, എന്നാൽ എന്ത് ചെയ്യണം?
അതെ, നമ്മൾ വീട്ടിനകത്തോ പുറത്തോ പെട്ടെന്നൊരു പാമ്പിനെ കാണുവാണെങ്കിൽ ആദ്യം 4 കാലിൽ ഓടാതെ ഇത് എവിടെ കയറിയിരിക്കുന്നു എന്നൊന്ന് ഒരു 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 ജസ്റ്റ് നമ്മളതൊന്ന് വാച്ച് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവണം. ഈ വാല് കണ്ട പല്ലിയുടെ വാലാണോ പാമ്പിൻ്റെ വാലാണോ എന്ന് നോക്കാറില്ല, അതിന് മുമ്പ് ഓടുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അരണയായിരിക്കും, വിളിച്ച് നമ്മൾ പോയി നോക്കുമ്പോൾ അരണയായിരിക്കും, വലിയ അരണയുണ്ട്, അതിൻ്റെയൊക്കെ വാല് കണ്ടിട്ടാണ് പാമ്പെന്ന് പറയുന്നത്. അപ്പോൾ ഇത് പാമ്പാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് അത് എങ്ങോട്ട് പോകുന്നു, അതെവിടെ കയറിയിരിക്കുന്നു, ഇതൊന്ന് നോക്കിയാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മളെ വിളിച്ചറിയിക്കാം. അതിനാണ് ഈ സർപ്പയുടെ ആപ്ലിക്കേഷനകത്ത് കേരളത്തിലെ തന്നെ വോളണ്ടിയേഴ്സിൻ്റെ നമ്പേഴ്സുണ്ട്, ഓഫീസേഴ്സിൻ്റെ നമ്പേഴ്സുണ്ട്, വനം വകുപ്പിലെ നമ്പറുണ്ട്, RRT, പിന്നെ കൺട്രോൾ റൂം, ഇങ്ങനെ ഒത്തിരി നമ്പേഴ്സ് അതിൽ കിടപ്പുണ്ട്. ആ നമ്പറിൽ തൊട്ടടുത്തുള്ള ആളുടെ നമ്പറായിരിക്കും ആദ്യം കിടക്കുന്ന വോളണ്ടിയറുടെ. ആ നമ്പറിൽ വിളിച്ചറിയിച്ചാൽ അവരപ്പോൾ തന്നെ വന്ന് റെസ്ക്യൂ ചെയ്യും. അല്ലെങ്കിൽ നമുക്കതിൽ റിപ്പോർട്ട് ചെയ്യാം. ഈ ഒരു ഫോട്ടോ എടുത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ലൊക്കേഷൻ സഹിതം നമുക്കെല്ലാം നോട്ടിഫിക്കേഷൻ വരും. ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു പാമ്പിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ലൊക്കേഷൻ സഹിതം വരും. അപ്പോൾ അത് കാണുന്ന വോളണ്ടിയർ ആരാണോ ആദ്യം കാണുന്നത്, അത് ആർക്കാണോ ഏറ്റവും അടുത്ത് ആ ആൾ പോയി അത് നോക്കിയിട്ട് റെസ്ക്യൂ ചെയ്ത് കൊടുക്കും. അതാണ് ചെയ്യാനുള്ളത്. അല്ലാതെ ഇന്നലെ പാമ്പിനെ കണ്ടിട്ട് ഇന്നായിരിക്കും പറയുന്നത് ഇന്നലെ ഇവിടെ എവിടെയോ ഒരു പാമ്പുണ്ടായിരുന്നു, അത് കണ്ടു, അത് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, വന്നൊന്ന് നോക്കി കണ്ടുപിടിക്കാം. ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇന്നലെ എന്നല്ല, 1 മണിക്കൂർ മുന്നേ കണ്ടു, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മുന്നേ കണ്ടു, പിന്നെ എങ്ങോട്ട് പോയി എന്ന് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ആ പാമ്പിനെ കിട്ടൂല. അത് നമുക്കത് എക്സ്പീരിയൻസ്ഡ് ആണ്, നമുക്കറിയാം അത് കിട്ടൂല എന്ന്. അല്ലെങ്കിൽ അവർ കൃത്യമായിട്ട് ആ സ്ഥലം, അത് കയറിയിരിക്കുന്ന സ്ഥലം കാണിച്ചു തരണം. ഇവിടെ ഉണ്ട്, അവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാം. നമ്മൾ ലൈവായിട്ട് കണ്ടാൽ മാത്രമേ കിട്ടുള്ളൂ. കാരണം ഈ പാമ്പുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ എലിയുടെ മാളങ്ങളിൽ ആണ് താമസിക്കുന്നത്. അപ്പോൾ എലിയുടെ ഒരു മാളം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹോളുണ്ടെങ്കിൽ അടുത്ത ഹോളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 കിലോമീറ്റർ അപ്പുറത്ത് അടുത്ത പറമ്പിലായിരിക്കും അതിൻ്റെ തുറക്കുന്നത്, നെക്സ്റ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത്. ഇതുവഴി കയറി അതുവഴി ആയിരിക്കും ഇറങ്ങിപ്പോകുന്നത്. അപ്പം നമുക്ക് ചെന്നിട്ട് ഇതെല്ലാം ഇടിച്ചു പൊളിച്ച് ഇങ്ങനെ കംപ്ലീറ്റ് നോക്കിയെടുക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയൊരു ഭാഗം കല്ലുകെട്ടാണ് ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് പൊളിച്ച് നോക്കിയിട്ട്. പിന്നെ ഈ വിശ്വാസത്തിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് എനിക്കറിയാം റോഷ്നി ഒരു ശിവഭക്തയാണെന്നൊക്കെ അറിയാം. എന്താണെന്ന് ചോദിക്കട്ടെ, ഈ പാല് കൊടുക്കാറുണ്ട്, പഴം കൊടുക്കാറുണ്ട്, മഞ്ഞപ്പൊടി നേദിക്കാറുണ്ട്. ഇപ്പോൾ മഞ്ഞപ്പൊടി നേദിക്കാറുണ്ട്. അപ്പോൾ ഈ എന്താണ് പാമ്പിൻ്റെ ഭക്ഷണ രീതി? പാല് കുടിക്കാറുണ്ടോ? മുട്ട കഴിക്കാറുണ്ടോ? കാട്ടിക്കിടക്കുന്ന പാമ്പെങ്ങനെ പാല് കുടിക്കാനാണ്? പാമ്പ് കഴിക്കുന്നത് എന്തുവാണ്? രാജവെമ്പാലയാണെങ്കിൽ മൂർഖൻ പാമ്പിനെയാണ് കഴിക്കുന്നത്, ചേരയൊക്കെയാണ് മറ്റു പാമ്പുകളാണ് രാജവെമ്പാലയുടെ ആഹാരം. മൂർഖൻ പാമ്പാണെങ്കിൽ എലി, തവള, ഇതൊക്കെയാണ് അത് കഴിക്കുന്നത്. മറ്റു പാമ്പുകൾ, ചെറിയ പാമ്പുകൾ, ഇപ്പോൾ ചുരുട്ടയൊക്കെ അടുക്കളയിൽ കറി വരുന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞു പാറ്റ, പല്ലി, ഇതുപോലെയുള്ള സാധനങ്ങളെയൊക്കെ പിടിക്കാനാണ്. പിന്നെ നമ്മുടെ പുരാതന കാലം മുതൽക്കേ നമ്മൾ ആരാധിച്ച് വരുന്ന നമ്മളുടെ കാണപ്പെട്ട ദൈവമാണ് ഹിന്ദുക്കളുടെ സർപ്പം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ആരാധിക്കുന്നുണ്ട്, ഞാൻ ഉൾപ്പെടെയുള്ള ഹിന്ദുക്കൾ ആരാധിക്കുന്നുണ്ട്. നമ്മൾ നേരിട്ട് കാണുന്നതാണ്, വേറെ ദൈവങ്ങളെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല, എല്ലാം നമുക്ക് വരച്ചു തന്ന രൂപങ്ങളിൽ നമ്മൾ ആരാധിക്കുന്നുണ്ട്. പക്ഷേ സർപ്പം എന്ന് പറയുന്നത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നതാണ്. അവിടെ പോയി മഞ്ഞപ്പൊടിയും പാലും ഇതെല്ലാം കൊടുത്തിട്ട് എന്ത് ചെയ്യും, പുറത്ത് വന്ന് അതിനെ തല്ലിക്കൊല്ലും. ആ ഒരു ലോജിക്കാണ് പലപ്പോഴും മനസ്സിലാവാത്തത്. അമ്പലത്തിൽ പോയി ആയില്യത്തിന് പോയി ആരാധിച്ച് എല്ലാം ചെയ്തിട്ട് വീട്ടിൽ വന്നിട്ട് മൂർഖപ്പാമ്പിനെ കാണുമ്പോഴത്തേക്ക് അയ്യോ പാമ്പ് കയറി വന്നു എന്ന് പറഞ്ഞ് അടിച്ചു കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് പിന്നെ വല്ല കാര്യമുണ്ടോ? പക്ഷേ ആ ഒരു രീതി ഇപ്പം മാറുന്നുണ്ട്, ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. ആരാധനയോട് നമുക്കതിൽ വേറെ ഒന്നും പറയാനില്ല, കാരണം ഇതെല്ലാം നമ്മൾ പണ്ട് മുതലേ ആരാധിച്ച് വരുന്നതാണ്. പിന്നെ